നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഇതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി കിട്ടിയായിരുന്നോ? കിട്ടി സാറേ. കിട്ടി. ആ കിട്ടിയ ആരെങ്കിലും ഒരാൾ ആ സോഫ്റ്റ് കോപ്പി ഡിസ്പ്ലേ ചെയ്യണം ഞാൻ പറയുമ്പോൾ. അത് ചെയ്യാൻ പറ്റത്തില്ലേ? ഷെയറിങ് പറ്റത്തില്ലേ? ജോൺസൺ CP മൊബൈലിലാണോ? സാറേ എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി. വേറെ ആർക്ക് കഴിയും? വേറെ ആർക്കാ കഴിയാൻ? ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും അതൊന്ന് വീഡിയോ അത് ഓപ്പൺ ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. കാരണം എനിക്ക് എന്റെ വാട്സപ്പ് എന്റെ ടാബിൽ അത് കണക്ട് ചെയ്തിട്ടില്ല, കഴിയുന്നില്ല. അതുകൊണ്ട് വാട്സപ്പിലുള്ള ആ സാധനം എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ പ്രയോജനമായിരിക്കും. Okay, let's have a word of prayer. Father, once again, thank you and praise you for this wonderful time. Thank you for bringing us together once again and your presence as we pursue our study, especially with Greek. Master, we pray that you be blessing us, giving us special wisdom, knowledge, and understanding, so that we be receiving a deeper understanding of the word of God, which eventually would be helping us and facilitating us in our respect to minister in a powerful way. Especially I commit all my students and their presence. Master, I pray that you be blessing them and giving them the wisdom so that they be doing the study with enough punctuality. We commit once again all of us and your presence. We also pray for the Gihon Theological Seminary and the director and administrator and all those who belong to the administrative body. Bless each and every one of us. We give you all glory, honor, and power unto your name. In Jesus' name I do offer this prayer. Amen. Amen. Okay. ഗ്രീക്ക് എന്ന് പറയുന്നത് പുതിയ നിയമം എഴുതിയ ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. അഥവാ പുതിയ നിയമം ഇംഗ്ലീഷ് മീഡിയംകാരുണ്ടോ ഇതിനകത്ത്? MDiv-കാർ എത്ര പേരുണ്ട്? ഞാനുണ്ട് സാറേ, ജോൺസൺ. ഓക്കെ, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് കൂടെ പറയും നിങ്ങൾക്ക് വേണ്ടിയേ. അപ്പോ ബിബ്ലിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ബിബ്ലിക്കൽ ലാംഗ്വേജിന്റെ പഠനമാണ് വേദപുസ്തകത്തെ കുറിച്ച് ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് നമ്മളെ സഹായിക്കുന്നത്. വേദപുസ്തകത്തിൽ 2 ഭാഷകളുണ്ട്. പഴയ നിയമം എഴുതിയ ഭാഷ, എബ്രായ ഭാഷ. ഓക്കെ, the New Testament is written in Greek. That Greek is not the original Greek. The Greek language in which the New Testament is written is not the original Greek. Actually, this was a special Greek produced or made by Aristotle. How many of you know Aristotle? The very name Aristotle? Does anybody know? ആർക്കെങ്കിലും അരിസ്റ്റോട്ടിൽ എന്നുള്ള പേരറിയാമോ? അറിയാം. ആരാണ് അയാൾ? Tell me. ഫിലോസഫർ. He was a philosopher who lived in Greece. ഗ്രീസിൽ ജീവിച്ചിരുന്ന 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു. ആര്? BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളുടെ ശിഷ്യൻ ആയിരുന്നു അലക്സാണ്ടർ. യു നോ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അറിയാം. അലക്സാണ്ടറിന്റെ ഗുരു ആയിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടർ തന്റെ 22 23 വയസ്സായപ്പോ അപ്പനായ ഫിലിപ്പ് മരിച്ചു പോയപ്പോൾ മാസ്രോണിലെ രാജാവായി. മാസ്രോൺ എന്ന് പറയുന്നത് ഗ്രീസിൽ ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു. ലൈക്ക് ഏതൻസ്, സ്പാർട്ട എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും സിറ്റി സ്റ്റേറ്റ് ഇൻ ഗ്രീസ് ആയിരുന്നു മാസ്രോൺ. അപ്പോ ഈ അലക്സാണ്ടർ കുട്ടിക്കാലം മുതൽ he had a long cherished desire to make a world empire. ഒരു ലോക സാമ്രാജ്യം ഉണ്ടാക്കണമെന്ന് അലക്സാണ്ടർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സോ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ, അപ്പന് പകരം അയാൾ രാജാവായി 22 വയസ്സ് കാണുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ അയാൾക്കൊരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കണം, ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വിസ്തൃതമായ സാമ്രാജ്യം ഉണ്ടാക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ അന്നത്തെ കാലത്ത് എന്ന് പറയുന്ന വലിയൊരു ലോക സാമ്രാജ്യം ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് എ ഹ്യൂജ് ആർമി. കാരണം അന്നത്തെ ട്രഡീഷണൽ വേ ഓഫ് കൺവെൻഷണൽ വേ ഓഫ് ബാറ്റിൽ എന്ന് പറയുന്നത് അത് വാളും പരിചയം കുന്തവും ഒക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ എത്രയും വലിയൊരു സൈന്യമുണ്ടോ അത്രയും വലിയ
ഒരു ഒരു അധികാരവും ശക്തിയും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. അപ്പം സൈന്യബലത്തിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന സൈന്യബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കൾ പ്രസാദിക്കുന്നുമില്ല, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ ബാക്കി പറയുന്നേ തീയിലിട്ട് ചുട്ടുകളയും. തീയിലിട്ട് ചുട്ടുകളയെന്നൊക്കെ പറയുമ്പോ അന്നത്തെ ഒരു കൺവെൻഷണൽ ബാറ്റിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തരം ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. അപ്പൊ മാൻ ടു മാൻ ഫൈറ്റ് ആണ്. അപ്പോ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, പട്ടാളക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്നാ പറ്റും, വലിയ സൈന്യം ഉണ്ടാവും. വലിയ സൈന്യം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു സൈന്യം ഉണ്ടാക്കാനായിട്ട് അലക്സാണ്ടർ ശ്രമിച്ചു. അയാൾ ഏതൻസിൽ അയാളുടെ മാസിഡോണിൽ നിന്നുള്ള ചെറുപ്പക്കാരെ എല്ലാം തപ്പി. അത് പോരാൻ തോന്നി. എന്നിട്ട് ഏതൻസിലും സ്പാർട്ടയിലും മറ്റിതര ഗ്രീസിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ അയാൾ പട്ടാളത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ട്രെയിനേഴ്സ് മീൻസ് ഈ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്നവരെ പിറ്റേന്ന് യുദ്ധത്തിന് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നാ വേണം? They have to be trained. So they were put under trainers, and the trainers tried to train them. So as they began to train them, they found that it is rather difficult to train them because the language was a bit different. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ തെക്കൻ കേരളത്തിൽ കുറുക്കയും വടക്കൻ കേരളത്തിൽ നീട്ടിയും മധ്യ കേരളത്തിൽ അല്ലാത്തൊരു ഭാഷ തന്നെ നിങ്ങൾ തെക്കോട്ട് പോയാൽ തിരുവനന്തപുരം ഭാഷയിൽ നിങ്ങൾ അപ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് അർത്ഥം നിങ്ങൾക്ക് അറിയാം. എനിക്കൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് മത്തിയൊക്കെ വറുത്തോണ്ട് തരുമായിരുന്നു. അപ്പൊ ആ അമ്മച്ചിക്ക് ഭയങ്കര ജീവനായിട്ട് എന്നെ എന്താ അപ്പി, എന്താ മനെ വിശേഷം എന്നൊക്കെ ചോദിക്കാറ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അപ്പി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? എന്നതുപോലെ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്ത് ഗ്രീക്ക് ഭാഷ നിലനിന്നിരുന്നെങ്കിലും ഓരോ റീജിയനില് ഇതിന് ഡയലക്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. യൂറോപ്പിൽ ഗ്രീസിൽ അങ്ങനെ പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല. ഓക്കെ. ഗ്രീസിൽ അറ്റിക് റീജിയൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അറ്റിക് റീജിയൻ നമ്മൾ പണ്ട് മലബാർ കോസ്റ്റ് എന്നൊക്കെ കേരളത്തെ കുറിച്ച് മലബാർ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അറ്റിക് റീജിയൻ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്. അപ്പം അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഗ്രീക്ക് എന്ന് പറയുന്നത് എലഗന്റ് റോയൽ അറ്റിക് ഗ്രീക്ക് ആണ്. എലഗന്റ് റോയൽ അറ്റിക് ഗ്രീക്ക് എന്ന് പറയും. എലഗന്റ് റോയൽ അറ്റിക് ഗ്രീക്ക്. എന്നാൽ വേറെ കുറെ സ്ഥലത്ത് താമസിക്കുന്ന കുറെ ഗ്രീക്കുകാരുണ്ട്. അവര് സംസാരിക്കുന്ന ഭാഷ മോണോസിലബിൾ ഡോറിക് ഗ്രീക്ക് എന്ന് പറയും. മോണോസിലബിൾ ഡോറിക് ഗ്രീക്ക്. അപ്പൊ അങ്ങനെ ചുരുക്കത്തിൽ വിവിധ റീജിയനിലുള്ളവർ വിവിധ ഡയലക്റ്റ് ഉപയോഗിച്ച് ഒരേ ഗ്രീക്ക് ഭാഷ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിലും വ്യത്യസ്ത ഡയലക്റ്റും വ്യത്യസ്ത അർത്ഥങ്ങളുമാണ്. ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ വരും. അതൊരു തലവേദനയായി. അവസാനം ട്രെയിനേഴ്സ് റൈറ്റ് ടേൺ എന്ന് ഒരു ഭാഷയെ പറഞ്ഞാൽ ഏതൻസുകാർ വലത്തോട് തിരിയും, പക്ഷെ സ്പാർട്ടക്കാർ വലത്തേക്ക് കൊണ്ട് മോന്തയ്ക്ക് അടിക്കും. അപ്പൊ അതൊരു പ്രശ്നമായി. ലാംഗ്വേജ് ഒരു പ്രശ്നമായി. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പോലും പട്ടാളത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത തമിഴിയൻസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്, കൊങ്കണി ഉണ്ട്, കന്നഡയുണ്ട്, ആന്ധ്ര ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോയ ഗുജറാത്തി ഉണ്ട്. എല്ലാരെയും കൂടെ നമുക്ക് ആകമൊത്തം ടോട്ടൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷ ഹിന്ദി ഉണ്ടായതുകൊണ്ടല്ലേ. അല്ലെ എന്ത് ചെയ്തേനെ? ഒരു കോമൺ ഭാഷ ഹിന്ദി ഉണ്ടായിട്ട് ഹിന്ദി പഠിപ്പിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്തു. എന്നതുപോലെ അന്നത്തെ കാലത്ത് ഒരു കോമൺ ഭാഷ അവർക്ക് എല്ലാവർക്കും കൂടെ പറ്റിയതില്ല. അവസാനം ട്രെയിനേഴ്സ് വന്ന് അലക്സാണ്ടറിനോട് പറഞ്ഞു, മാസ്റ്റർ ലോർഡ്, ഞങ്ങൾ വല്ല പ്രശ്നത്തിലാണ്, ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയുന്ന കുറെ പേർക്ക് മനസ്സിലാവും, കുറെ പേർക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ബാബേലിൽ ഭാഷ കലങ്ങി പോയതുപോലെ. അലക്സാണ്ടർ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ അതിനൊരു മാർഗം? അലക്സാണ്ടർ പതുക്കെ അയാളുടെ ഗുരുവായ അരിസ്റ്റോട്ടിലിനെ സമീപിച്ചു. അരിസ്റ്റോട്ടിലിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ക്രൈസിസ് പോയിന്റിലാണ്, യു ഹാവ് ടു ഹെൽപ്പ് മീ, ഐ നീഡ് എ കോമൺ ലാംഗ്വേജ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസങ്ങൾ തരാൻ. അങ്ങനെ അരിസ്റ്റോട്ടിന് കുറച്ച് ദിവസങ്ങൾ കൊടുത്തു. ഫൈനലി അരിസ്റ്റോട്ടിൽ മെയ്ഡ് എ ഗ്രീക്ക് ലാംഗ്വേജ് ബൈ ഇൻകൾക്കേറ്റിംഗ് ഓൾ ദ എലമെന്റ്സ് ഫ്രം ഓൾ ദ ഗ്രീക്ക്, റോയൽ ഗ്രീക്ക്, ഡോറിക് ഗ്രീക്ക്, അറ്റിക് ഗ്രീക്ക്, ഇതിന്നൊക്കെയുള്ള എലമെന്റ്സ് എല്ലാം കംപ്രൈസ് ചെയ്ത് he made a common Greek language, that is what is called Koine Greek. അപ്പൊ പുതിയ നിയമം എഴുതിയ ബൈബിളിലെ പുതിയ നിയമം എഴുതിയ ആ ഗ്രീക്കിന്റെ പേര് കൊയിനെ ഗ്രീക്ക് എന്നാണ്. ഇത്രയും പിടികിട്ടിയോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഈ കൊയിനെ ഗ്രീക്ക് അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ഒരു മറ്റേ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഒരു സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചുണ്ടായ ഒരു ഭാഷയാണ്. പക്ഷെ ഒരാള് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്കോളർ ഉണ്ടാക്കിയ ഒരു ഭാഷയാണ്. ഏത് ഭാഷ?
മലയാളം ഉണ്ടാക്കിയ ആരാന്ന് നമുക്കറിയത്തില്ല. മലയാളത്തിന് വ്യാകരണം ഉണ്ടാക്കി ഭാഷ ഉണ്ടാക്കിയെങ്കിലും ആളുകൾ സംസാരിച്ചു തുടങ്ങിയതാണ്. അല്ലേ ആംഗ്ലോ സാക്സൺസ് സംസാരിച്ചു തുടങ്ങിയ ഒരു ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ പറഞ്ഞ് ലത്തീൻ ഭാഷ അട്ടിമറിച്ചിട്ട് അവരുടെ ലോക്കൽ വെർണാക്കിളിൽ കൊണ്ടുവന്ന് അത് പിന്നെ വളർന്ന് അവർ സംസാരിക്കുന്ന ഒരു എണ്ണം കൂടി അത് ആംഗലേയ ഭാഷയായി എന്നുള്ളതല്ലാതെ പിന്നീട് അതിന് ഗ്രാമറും ഡയലക്റ്റും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഡയലക്റ്റും ഗ്രാമറും എല്ലാം ഉണ്ടാക്കി ഒരു പുതിയ ഭാഷ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ അതാണ് ഗ്രീക്ക്. ഇത്രയും പിടികിട്ടിയോ? ഗ്രീക്ക് ഭാഷയുടെ 1-2 പ്രത്യേകതകൾ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞതിന് സാരത്ത് ഇതിനൊരു ബിബ്ലിക്കൽ പ്രസക്തി ഉണ്ട്. ബിബ്ലിക്കലി ഭയങ്കര പ്രസക്തമായ ഒരു ദൂത് ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. സാധാരണ ആർക്കും അറിയാത്തതും നിങ്ങൾ ആയുസിൽ കേട്ടിട്ടില്ലാത്തതായ ഒരു ദൂത് ഞാൻ പറയാം. എന്തെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾക്കൊരു വലിയ സൈന്യം വേണമെന്ന് മനസ്സിലായി. പക്ഷേ ആ സൈന്യത്തെ കൊണ്ട് ലോകം കീഴടക്കുന്നതിന് മുമ്പ് അവരുടെ ടങ്ങിനെ ടച്ച് ചെയ്യണമെന്ന് അലക്സാണ്ടർക്ക് മനസ്സിലായി. അലക്സാണ്ടർക്ക് മനസ്സിലായി. So even before conquering the world, he understood that the tongue, the language of the people, the tongue of the people should be touched. That's why he created, or he asked his master to create or to produce a new language. ലോകം കീഴടക്കാൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയ അലക്സാണ്ടർ ആദ്യം എന്താ ചെയ്തത്? പട്ടാളത്തിന്റെ നാവിനെ സ്പർശിച്ചു. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. നാവിനെ സ്പർശിച്ചു. അതേ കാര്യമാണ് പെന്തക്കോസ്ത് നാളിൽ തമ്പുരാനും ചെയ്തത്. ലോകം കീഴ്മേൽ മരിക്കുവാൻ ഒരു സമൂഹത്തെ പടച്ചുവിടുമ്പോ പെന്തക്കോസ്ത് നാളിൽ എന്താണ് സംഭവിച്ചത്? The Lord decided to touch the tongue of the people, which eventually paved the way for turning the world upside down. അതുകൊണ്ട് ഇന്നും എനിക്ക് ജനത്തോട് പറയാനുള്ള ദൂത് ഇത്രയേ ഉള്ളൂ. Before you go into the ministry, you have to ask Lord to touch your tongue. യാഗപടത്തിലെ കുടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് യെശയ്യാവിന്റെ അധരത്തെ തൊട്ടപ്പോൾ അവന്റെ മിനിസ്ട്രിയുടെ ലെവല് മാറി. അപ്പോ ഇന്ന് നിങ്ങൾ ഈ വചനം പഠിച്ചു തുടങ്ങുമ്പോൾ ദിസ് ഈസ് മൈ പ്രൈമറി അപ്പീൽ ടു എവരി വൺ ഓഫ് യു ടു ആസ്ക് ഗാഡ് ടു ടച്ച് ദ ടങ് ഓഫ് എവരി വൺ ഓഫ് യു. സേ ആമേൻ. ഗ്രീക്ക് ഭാഷയുടെ പ്രത്യേകതകൾ 2-3 പറഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഭാഷയിലേക്ക് കടക്കാം. ഗ്രീക്ക് ഭാഷയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എല്ലാ ഭാഷയിലും അല്ലെങ്കിൽ 3 പ്രധാന കാര്യങ്ങളാണ് ഗ്രീക്ക് ഭാഷയിൽ പ്രസക്തമായിട്ടുള്ളത്. എന്താണ്? 3 പ്രധാന കാര്യങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ 1 ടെൻസ്. ഒന്നാമത്തെ എന്താണ്? കാലം, ടെൻസ്. നമ്പർ 2 വോയിസ്. വോയിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. കാലം. എത്ര കാലമുണ്ട്? നല്ല കാലം, ചീത്തകാലം. 3. ഏതൊക്കെ കാലങ്ങളാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അപ്പൊ എല്ലാ ഭാഷയിലും എത്ര കാലമുണ്ട്? 3. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഗ്രീക്ക് ഭാഷയിൽ എത്ര കാലം ഉണ്ടെന്ന് അറിയാമോ? What do you mean by tense? Tense denotes the time of an action. If an action is taking place in the past, it is called a past tense. If something is happening currently at present, we call it present. And something that which happens, yet to happen in the future, we call it future tense. So altogether, we say there are 3 tenses. But in Greek, for your kind information, I will tell you, there are 7 tenses. Oh, you may be wondering, how can it be? എല്ലാ ഭാഷയിലും 3 ടെൻസസേ ഉള്ളൂ. പക്ഷെ ഗ്രീക്കിൽ എത്ര ടെൻസ് ഉണ്ട്? 7 ടെൻസസ് ഉണ്ട്. അതിൽ 2 വളരെ പ്രാധാന്യം തീരെ ഇല്ലാത്ത, വളരെ റെയർ ആയിട്ട് പോലും 1 ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. 2 ടെൻസ്. ആ 2 ടെൻസ് നിങ്ങൾ ഓർക്ക വേണ്ട. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ചെറുതെന്ന് പറഞ്ഞേക്കും. 1 ഫ്യൂച്ചർ പെർഫെക്റ്റ്, 2 പ്ലൂ പെർഫെക്റ്റ്. 1 ഫ്യൂച്ചർ പെർഫെക്റ്റ്, 2 പ്ലൂ പെർഫെക്റ്റ്. ഈ 2 ടെൻസ് വളരെ റെയർ ആണ്. ഗ്രീക്കിലുള്ള 2 ടെൻസ് ആണ് വളരെ എക്സ്ട്രീംലി റെയർ ആണ്. അത് കൂടാതെ ജനറലി 5 ടെൻസ് ഉണ്ട്. ജനറലി എത്ര ടെൻസ് ഉണ്ട്? 5. അത് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അറിയാവുന്ന 3 ടെൻസ് മുമ്പേ ഞാൻ പറയാം. ഒന്നാമത്തെ പ്രസന്റ് ടെൻസ് ആണ്. ഒന്നാമത്തെ ഏത് ടെൻസ് ആണ്? അല്ലെങ്കിൽ വർത്തമാനകാലം. ആർ യു വിത്ത് മീ? വർത്തമാനകാലം. അതിന് ഗ്രീക്കിൽ പറയുമ്പോൾ പ്രസന്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ് എന്ന് പറയും. അതിന് പറഞ്ഞ കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ് വരുന്നത് ഞാൻ പറയാം.
അത് അടുത്ത 2 കാര്യം ഞാൻ പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ പ്രാധാന്യമുള്ളതുണ്ട്. ആ 3 കാര്യങ്ങൾ ഒന്നാമത്തെ ടെൻസ് ആണ്. അപ്പൊ അതങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ പ്രസന്റ് ടെൻസ് ആണ്. രണ്ടാമത്തെ ടെൻസിന് ഇംപെർഫെക്റ്റ് എന്നാ പറയുന്നത്. IMPERFECT. എന്ത് പറയുന്നു? Perfect. Everybody say imperfect. Imperfect is almost equal to the past continuous tense in English. അതായത് ഇംഗ്ലീഷിലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് തുല്യമാണ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, I was going, he was playing, there was raining, so they were traveling. So past continuous tense ആണ് ഏത് ടെൻസ് പറയുന്ന ഗ്രീക്കിൽ? ഇംപെർഫെക്റ്റ്. ഇനി ഗ്രീക്കിൽ എല്ലാ ഭാഷയിലും ഉള്ളതുപോലെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു ടെൻസ് ഉണ്ട്. ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. എന്തുകൊണ്ട്? Future tense. ഫ്യൂച്ചർ ടെൻസ്. അപ്പം നമുക്ക് പൊതുവെ അറിയാവുന്ന 3 ടെൻസ് ഗ്രീക്കിലുമുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിന് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നു, ഫ്യൂച്ചർ ടെൻസിന് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നു. ഇത് കൂടാതെ 2 പർട്ടിക്കുലർ ടെൻസസ് നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, especially so mysterious, and it appears still a mystery in the New Testament. I am going to tell 2 other tenses. Those 2 tenses are used in the Bible, especially in the New Testament, to expose certain mysterious truths of the Bible. ആ 2 ടെൻസ് ഇല്ലായിരുന്നെങ്കിൽ ബൈബിളിലെ പുതിയ നിയമത്തിലെ വളരെ ഗൂഢമായ 1-2 കാര്യങ്ങൾ പറയാനൊക്കത്തില്ലായിരുന്നു. പറയാം. അങ്ങനെ 2 ടെൻസ് കൂടെ ഉണ്ട് ഗ്രീക്കിൽ. അപ്പൊ എത്രണ്ണം നമ്മളിപ്പോ പറഞ്ഞു? പ്രധാനമായിട്ട് 3 മറ്റേ 2 വിട്ടേക്കോ. ആദ്യത്തെ 2 ഏതൊക്കെയാണ്? Present tense, imperfect tense, future tense. ഇത് കൂടാതെ 2 ടെൻസ് കൂടെ ഗ്രീക്കിലുണ്ട്. ഒന്നാമത്തെ ടെൻസ് എന്ന് പറയുന്നത് എയറിസ്റ്റ് ടെൻസ് എന്ന് പറയും. AORIST. What is that? Aorist tense. Whichever way you want to pronounce, you can pronounce, but I will say sometimes aorist tense. AORIST. കിട്ടിയോ? രണ്ടാമത് അല്ലെങ്കിൽ 5-മത്തെ ടെൻസ്, അതും വളരെ റയർ ആണ്. 5-മത്തെ ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ്. എന്താണ്? Perfect. നമുക്ക് ഇംഗ്ലീഷിൽ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ ഡിവിഷൻ. എന്നാൽ അബ്സല്യൂട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് ടെൻസ് എവിടെ മാത്രമേ ഉള്ളൂ? ഗ്രീക്കിലേ ഉള്ളൂ. അപ്പൊ ഈ എയറിസ്റ്റ് ടെൻസും ഈ പെർഫെക്റ്റ് ടെൻസും 2 പ്രധാന മിസ്റ്ററീസ് വേദപുസ്തകത്തിലേത് വിവരിക്കാൻ വേണ്ടി ആ ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും, വിശേഷിച്ച് പെന്തക്കോസ്തുകാർക്ക്. എന്നാലും ഞാൻ പറയുക, ദൈവത്തിന് കോറേഷ് രാജാവിനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, who is Chorus or Cyrus? Who was Cyrus? Does anybody know? കോറേഷ് എന്റെ ഇഷ്ടമെല്ലാം ചെയ്യും പ്രവാചകൻ പറയുന്നു. മലയാളത്തിൽ കോറേഷ് എന്നും ഇംഗ്ലീഷിൽ സൈറസ് എന്ന് പറയുന്ന ആളാരാണ്? മെദ്യ രാജാവ്. പറ. മെദ്യ രാജാവ്. ഏത് ബോസേ? മേദ്യ ഒന്നും പിടിക്കണ്ട. കോറേസിനെ മേദ്യ പിടിക്കണ്ട. പാർസി രാജാവ് എന്ന് പറയണം. മേദ്യ വേറെയാ. മേദ്യനായ ദാര്യാവിഷിന്റെ കാലം കഴിഞ്ഞ് അത് പോയി. അത് ഒന്നിച്ചു പറയുന്നെങ്കിലും അത് പേർഷ്യൻ രാജാവായിരുന്നു. എന്താണ് അയാളുടെ പ്രത്യേകത? Come on fast. Why is important? ബാബിലോണിനെ തകർക്കാൻ സഹായിച്ചു. പോരാ, എനിക്കൊരാളെ തകർക്കുന്ന വലിയ ഇഷ്ടം. എനിക്കൊരാളിനെ തകർക്കുന്ന കാര്യം പറയുന്നതിനേക്കാൾ ഒരാളിനെ പണിയുന്ന കാര്യം പറയുന്നതാ ഇഷ്ടം. ഇസ്രായേലിന്റെ ആലയം പണിയാണ്. പണിയുന്ന കാര്യം പണിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആലയം എന്നൊക്കെ കയറി പറഞ്ഞത്. അല്ല, സെരുബാബേലിന്റെ കാലത്ത് സെരുബാബേലിനോട് മതിൽ പണിയിക്കാൻ നിയമം കൊടുത്തു, അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്ത പുള്ളിയാണോ? മതിൽ പണി അനുവാദം കൊടുത്ത ഒന്നല്ല വിഷയം.
ബാബേലിലെ പ്രവാസത്തിലായിരുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ മടങ്ങി വരുവാനായി പറഞ്ഞു വിടുവാൻ കൽപ്പനയിട്ട രാജാവാണ് സൈറസ്. ഖോരേഷ് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ സൈറസ്. ഓക്കെ, അപ്പൊ ആ സൈറസ് എന്ന് പറഞ്ഞ ജാതീയ രാജാവിനെ ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി ആലയത്തിന്റെ പണിക്ക് സഹായിക്കുവാനായിട്ടും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ആരും മറന്നുപോയൊരു കാര്യമുണ്ട്, ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ കൂടാണ് അരിസ്റ്റോട്ടിലും അലക്സാണ്ടറും. രണ്ടുപേരും ദൈവമക്കളൊന്നുമല്ല, യഹൂദന്റെ കാഴ്ചപ്പാടില്ല, യഹൂദനുമായിട്ട് ബന്ധമുള്ളവരും അല്ല, യഹൂദരെ ദ്രോഹിച്ചവരുമാണ്. പക്ഷെ ദൈവം ഉപയോഗിച്ചു, അരിസ്റ്റോട്ടിനെ ഉപയോഗിച്ചു ഒരു ഭാഷ കൊണ്ടു തരാൻ. ആ ഭാഷയിൽ എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ? ഈ ഭാഷ അരിസ്റ്റോട്ടിൽ ഉണ്ടാക്കി അലക്സാണ്ടർ കൊടുത്തു. അലക്സാണ്ടർ തന്റെ സൈന്യത്തെ പഠിപ്പിച്ചു. ഈ സൈന്യം പോയിടത്തെല്ലാം ഈ ഭാഷ എന്താക്കി പ്രചരിപ്പിച്ചു, ഈ ഭാഷ ജനത്തെ പഠിപ്പിച്ചു. Finally, the Greek became a lingua franca language. You know what is lingua franca language? What is the lingua franca language today? English. In the same manner, in those days, the lingua franca language was Greek. Interestingly, if in any place anybody does not know the language of Greek, was considered as a barbarian. ഇപ്പൊ നമ്മൾ പറയത്തില്ല ഒരു ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്, 4 ഇംഗ്ലീഷ് പറയാൻ അറിയാത്തതിന് ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ പണ്ട് ആളുകൾ പറയാം. എന്റെ നാട്ടിലൊക്കെ പ്രായമുള്ളവർ പറയാം, 4 ഇംഗ്ലീഷ്, നീ എന്തിനാടാ കോളേജിൽ പോയത്, 4 ഇംഗ്ലീഷ് പറയാൻ കൊള്ളാത്തവനെ എന്തിനു കൊള്ളാവും. അപ്പൊ 4 ഇംഗ്ലീഷ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ തമിഴര് ശ്രദ്ധിച്ചിട്ടുണ്ട്, തമിഴ് വിദ്യാഭ്യാസമുള്ള തമിഴ്നാട്ടുകാര് തമിഴർ സംസാരിക്കുമ്പോൾ അവര് പറയുന്നതിനിടയ്ക്ക് 2 ഇംഗ്ലീഷ് വാക്ക് പറയും. ഇംഗ്ലീഷ് സെന്റൻസ് പുള്ളി ആവണമെന്നില്ല, പക്ഷെ 2 ഇംഗ്ലീഷ് വാക്ക് പറയും. തമിഴരുടെ ഒരു എഡ്യൂക്കേറ്റഡ് തമിഴിയൻസ് എപ്പോഴും സംസാരത്തിനിടെ 2 ഇംഗ്ലീഷ് പറയും. അത് അവരുടെ പ്രകൃതിയാണ്. മലയാളി ഇപ്പൊ പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് ഫൈനലി. ഓക്കെ, അപ്പോ അന്നത്തെ ലോക ലാംഗ്വേജ് ആയിരുന്നു ഏത്? ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷ അറിയാത്തവരെ വിളിച്ചിരുന്ന പേരായിരുന്നു എന്ത്? ബാർബേറിയൻ. അതുകൊണ്ടാണ് മാൾട്ടായിലെത്തിയ, മാൾട്ട എന്ന് പറയുന്നത് ഇന്ന് ഹൈഫൈ ഒരു സ്ഥലമാണ്, മാൾട്ടായിലെത്തിയ പൗലോസിനെ അവിടുത്തെ ജനങ്ങളെ കുറിച്ച് ലൂക്കോസ് എഴുതുന്ന അവിടുത്തെ ബർബരന്മാർ. എന്താ ബർബരന്മാർ എന്ന് പറഞ്ഞാൽ? ഗ്രീക്ക് ഭാഷ അറിയാൻ വയ്യാത്തവര്. ബാർബേറിയൻസ് ഉള്ളതിന് മലയാളമൈസ്ഡ് വെർഷന് ബർബരൻ ആക്കിയതാ. അതൊരു ബർബരൻ എന്ന് പറഞ്ഞ ജാതിയൊന്നും അല്ല. ബാർബേറിയൻസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് എന്താക്കി? ബർബരൻ എന്നാക്കിയതാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവരെ ബാർബേറിയൻസ് അല്ലെ ബർബറൻസ് വിളിച്ചത്? ബാർബേറിയൻസ് വിളിച്ചത് ഗ്രീക്ക് ഭാഷ. അപ്പൊ അന്നത്തെ കാലത്ത് ഗ്രീക്ക് അറിയാൻ വയ്യാത്തവരെ അപരിഷ്കൃതർ എന്ന് വിളിച്ചിരുന്നത് കൊണ്ട് ഏറെക്കുറെ ലോകത്തുള്ള എല്ലാവരും ഏത് ഭാഷ പഠിച്ചു? ഗ്രീക്ക് ഭാഷ പഠിച്ചു. അതുകൊണ്ടാണ് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതും. അതുകൊണ്ട് തന്നെ ദൈവമായിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയത്. കാരണം ലോകത്തിൽ സുവിശേഷകന്മാർ പോയിടത്തെല്ലാം അവർക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഞാൻ ഇത്ര ലിമിറ്റഡാണ്, എനിക്ക് നോർത്ത് ഇന്ത്യ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹിന്ദി ദൂരെ അറിയത്തില്ല. ഹിന്ദി അറിയാത്ത ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഹിന്ദി പഠിച്ചു. അത് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. എല്ലാവരും മൊബൈലൊക്കെ പോയി ഹൈദരാബാദിൽ പോയി ഇവിടെ പോയി എല്ലാം നല്ല പടപട ഹിന്ദി പറയും. എൻ്റെ വീട്ടിലുള്ള സകല ആളുകൾ ഹിന്ദി പറയും, ഞാൻ ഒരുത്തനൊഴിച്ച് മാത്രം. എന്തുകൊണ്ടെന്നാൽ കേരളം വിട്ട് പുറത്തു പോകാൻ എനിക്ക് ഒരു അവസരം കിട്ടിയില്ല. ഇന്ന് അതിൻ്റെ ഒരു പരിമിതിയാണ്. ഞാൻ പറഞ്ഞൊരു സാരം, അന്നത്തെ ലോകത്തിൽ എവിടെ ചെന്നാലും എല്ലാവർക്കും ഗ്രീക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്ന സുവിശേഷകന്മാർക്ക് ആരോടും സുവിശേഷം പറയുവാൻ ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യം ഇല്ലായിരുന്നു. ദൈവമാണ് ആ അന്തരം. അപ്പോൾ സുവിശേഷത്തിന്റെ വ്യാപനത്തിനും യേശു ലോകത്തിലേക്ക് വരാൻ സമയമായപ്പോ, this is what I want to tell you, when the appointed time of the Almighty came, that the Son of God should be sent to the world to be a sacrifice for the remission of the human sin, that God prepared the whole world linguistically, geographically, economically, politically. അങ്ങനെ ആ ഭാഗ്യരോട് മുഴുവൻ ദൈവം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഗ്രീക്ക് ഭാഷ ലോകമൊത്തം എത്തിയതുകൊണ്ട് പോയ സുവിശേഷകർക്ക് സുവിശേഷം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. റോമൻ സാമ്രാജ്യം വന്ന് ലോകം മുഴുവൻ കീഴടക്കി വെച്ചിരുന്നതുകൊണ്ട് സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്ന സുവിശേഷകന്മാർക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പൗലോസിനെ പോലുള്ള റോമൻ സിറ്റിസൺ ആയിരുന്നു. റോമൻ സിറ്റിസൺ ആയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജുകൾ കൂടെ പൗലോസിന് ഉണ്ടായതുകൊണ്ട് ഈസി ഫോർ ഹിം ടു ട്രാവൽ എക്സ്റ്റെൻസീവ്ലി
to share the gospel with anybody. അത് ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഭാഷയിലേക്ക് വരാം. അങ്ങനെ ഗ്രീക്ക് ഭാഷ അത് എഴുതി ഉണ്ടാക്കി. ആ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ആ ഭാഷയിലെ ടെൻസ് ആണ്, ഒരു ടെൻസ് ആണ് ഏത് ടെൻസ്? എയറിസ്റ്റ് ടെൻസ്. മറ്റൊരു പ്രധാന ടെൻസ് ആണ് പെർഫെക്റ്റ് ടെൻസ്. എയറിസ്റ്റ് ടെൻസിന്റെ പ്രത്യേകത, അത് ഭൂതകാലത്ത് നടന്ന ഒരു സംഭവം സൂചിപ്പിക്കാനും വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഭവം സൂചിപ്പിക്കാനും ഭാവി കാലത്ത് നടക്കുന്ന സംഭവം സൂചിപ്പിക്കാനും എയറിസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. എന്റെ ഒപ്പം ഉണ്ടോ? ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നടക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കാൻ ഏത് ടെൻസ് ഉപയോഗിക്കാം? എയറിസ്റ്റ് ടെൻസ്. അതൊരു വൺ ടൈം ഇവന്റിനെ കാണിക്കാനാണ്. എന്താണ്? One time event. ആ ഇവന്റ് പിന്നെ റിപ്പീറ്റ്, ഇറ്റ് വിൽ നോട്ട് ബി റിക്കറിംഗ്, ഇറ്റ് വിൽ നോട്ട് ബി റിപ്പീറ്റഡ് again and again. So aorist tense is used to denote a one time action, even if it is past or present or future. ഇത്രയും പിടി കിട്ടിയോ? Yes. ഞാൻ പറയാം. ആ ഒരൊറ്റ ടെൻസ് കൊണ്ട് ലോകത്തുള്ള സകല മതങ്ങളുടെയും കടക്കൽ കത്തിവെച്ച് കളഞ്ഞു. അതായത് യോഹന്നാൻ 1:14. Does anybody know that verse? എടുക്കാതെ പറയണം. വചനം യോഹന്നാൻ 1:14. വചനം the word became ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ജഡമായി പാർത്തു എന്നല്ല, ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തല്ല, കൃപയും സത്യം നിറഞ്ഞവനായി. നിമ്മിമാടം വാക്യം പോലെ പറ, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ വചനം ജഡമായി തീർന്നു. ഇനി ജഡമായി തീർന്നു എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് എഗനെറ്റോ എന്നൊരു പദമാണ്. ഗിനോമായി എന്നാണ് അതിന്റെ പ്രസന്റ് ഫോം. അതിന്റെ എയറിസ്റ്റ് എഗനെറ്റോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന എയറിസ്റ്റ് ടെൻസിലാണ്. ഏത് ടെൻസിലാണ്? എയറിസ്റ്റ് ടെൻസിലാണ്. എയറിസ്റ്റ് ടെൻസിൽ ആ ക്രിയാപദം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം വചനം ജഡമായി ചേർന്നത് ചരിത്രത്തിൽ പറ. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം മാത്രം നടക്കുന്നു. വൺ ടൈം ഇവന്റ്. അതായത് ദൈവം മനുഷ്യനായ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. വാവ്. അതുകൊണ്ട് തന്നെ മറ്റിതര മതങ്ങൾ പഠിപ്പിക്കുന്ന അവതാരങ്ങളെല്ലാം അടിമുടി അടിസ്ഥാനം തകർന്നു പോയി. As per the Biblic teaching, the word or God came in human form only once. It is not repeated again. It is not recurring. It is not happening again and again and again and again. As if the Hindu mythological teaching says that Vishnu had 10 avataras: Matsyakurma, Varaha, Narasimha, Ramo, Ramoha, Ramacha, Sri Krishna, Kalki. Such kinds of avataras are not acceptable, because in the Bible, in the Gospel of John, it is made very clear that the word became flesh only once, because that becoming is said in aorist tense. Hope you understand. aorist tense ഉപയോഗിച്ചൊരു കഥ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ടെൻസ് ആണ് ഏത്? പെർഫെക്റ്റ് ടെൻസ്. പറഞ്ഞാട്ടെ. Perfect tense. എന്താ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചുള്ള പ്രത്യേകത? പെർഫെക്റ്റ് ടെൻസിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ സംഭവം, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന്, ആ സംഭവം നടന്നു കഴിഞ്ഞു. ആ സംഭവം ഇമ്മീഡിയറ്റ് നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു. അത് പാസ്റ്റ് നടന്നു കഴിഞ്ഞാലും ദ എഫക്ട് ഓഫ് വിച്ച് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങൾ ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു എന്നിരിക്കട്ടെ, എന്നാ സംഭവിക്കും? ഓളം ഉണ്ടാവും. കല്ലങ്ങ് താഴോട്ട് പോകും. ആ കല്ലങ്ങ് താഴോട്ട് പോകുന്ന ആ ഈവന്റ് അങ്ങ് കഴിഞ്ഞു. ആ ഈവന്റ് അങ്ങ് കഴിഞ്ഞു. പക്ഷെ കുറെ നേരത്തേക്ക് എന്ത് ചെയ്തോണ്ടിരിക്കും? ഓളം വന്നുകൊണ്ടിരിക്കും. Are you getting me? ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്. യേശുവിന്റെ ക്രൂശിൽ കടന്ന യേശുവിന്റെ മൊഴികളിൽ അവസാനത്തെ മൊഴി സകലവും നിവൃത്തിയായി. അല്ലെ അവസാനത്തെ തൊട്ട് മുമ്പലത്തെ മൊഴി. അവസാനത്തെ മൊഴി എനിക്ക് ദാഹിക്കുന്നതാണ്. സകലവും നിവൃത്തിയായി എന്ന് യേശു പറയുമ്പോൾ ആ നിവൃത്തിയായി എന്നതിന് ഇറ്റ് ഈസ് പെർഫെക്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദം ടെറ്റലസ്റ്റായി എന്നാണ്. എന്താണ്?
ടെറ്റലസ്റ്റായി. ടെറ്റലസ്റ്റായി. അത് നമ്മൾ ഈ പ്രസന്റ് ടെൻസിലുള്ളത് പാസ്റ്റിലാക്കുമ്പോൾ വോക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് വോക്ക്ഡ്, അല്ലെ റൈറ്റ് എന്നുള്ളതിന് റോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ എന്ന് എഴുതുന്ന പോലെ ടെലയോ എന്ന പദത്തിന്റെ ടെലയോ അത് പെർഫെക്റ്റ് എന്ന ടെലയോ എന്ന ക്രിയാപദത്തിന്റെ പെർഫെക്റ്റ് ഫോം ആണ് ടെറ്റലസ്റ്റായി. അതിനൊരു പ്രിഫിക്സും സഫിക്സും ചേർത്താണ് നമ്മൾ സാറിന് ഇംഗ്ലീഷ് പാസ്റ്റ് ആക്കുന്നതിന് പലപ്പോഴും സഫിക്സ് ആണ് ചേർക്കുന്നത്, അല്ലെ? നെഗറ്റീവ് ആക്കുന്നതിന്, ഒരു വാക്കിന്റെ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യും? അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു സഫിക്സ് ചേർക്കും, സോറി പ്രിഫിക്സ് ചേർക്കും. ഒരു വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിന് ചിലപ്പം സഫിക്സ്, വാക്ക് എന്നുള്ളതിന് വാക്കഡ് ഇഡി ചേർക്കും. ഓക്കെ, എന്നാൽ പ്രിഫിക്സ് ചേർക്കുമ്പോൾ പലപ്പോഴും നെഗറ്റീവ് ആവും. മലയാളത്തിൽ നമ്മൾ സത്യം എന്നുള്ളതിന്റെ ഒരു പ്രിഫിക്സ് ആ ചേർക്കുമ്പോൾ അസത്യം, നോസ്റ്റിക് എന്നുള്ളതിന്റെ അഗ്നോസ്റ്റിക് ഗ്രീക്കിൽ. ഓക്കെ, ഹലോ, മടുത്തോ? അപ്പോ ഇങ്ങനെ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം ടെറ്റലസ്റ്റായി, അതാണ് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ വാക്ക് ടെറ്റലസ്റ്റായി. ടെലയോ എന്നുള്ളതിന്റെ അടുത്ത വശത്ത് ഒരു ടീയും കൂടെ ചേർത്ത് റിപ്പീറ്റ് ചെയ്ത് വരും, ഒരു പ്രിഫിക്സ്. ടെറ്റലസ്റ്റായി എന്ന വാക്കിന്റെ അർത്ഥം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്. പക്ഷേ അത് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, യേശുവിന്റെ ക്രൂശ് ബലിമരണം നിമിത്തം മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള ബലി ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു. ബട്ട് the effect of that crucifixion, the power of that cross, the power of that crucifixion, the power of his act on the cross of Calvary, the power of what is done with Jesus on the cross of Calvary is still working through. That's the reason why hundreds and hundreds, thousands and thousands, millions and millions are coming to faith, because it is still working. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഈ രണ്ട് ടെൻസും എന്തിന് അരിസ്റ്റോട്ടലിനെ കൊണ്ട് ഉണ്ടാക്കിച്ചു എന്ന് ഞാൻ അതിശയിച്ചു പോയപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം. Not to bring about the mysterious thing that which God planned with Jesus on the cross of Calvary, or Jesus's birth on the surface of the earth. So all those events were brought into our understanding by means of this specific tense. അതുകൊണ്ട് ഈ ഭാഷ പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര പ്രയോജനം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് ഈ ഭാഷയിലെ പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണെന്ന് പറഞ്ഞേ? 7 tenses are there. ടെൻസ്, ഒന്നാമത്തെ ടെൻസ്. ആ ടെൻസ് പറഞ്ഞപ്പോഴാണ് 7 ടെൻസ് എന്ന് പറയുന്നത്. താങ്ക് യു. രണ്ടാമത്തത് വോയിസ് ആണ്. എന്താണ് വോയിസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷിലെ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വോയിസ് ഉണ്ട്? Passive voice, active voice. ശരി, എത്ര എന്ന് പറഞ്ഞാൽ ഏതാണെന്നല്ല, എത്ര എന്ന് പറഞ്ഞാൽ 2. What are the 2 voices? Active voice and active voice and passive voice. അപ്പൊ 2 വോയിസേ ഉള്ളൂ ഗ്രീക്ക്, അല്ല ഇംഗ്ലീഷ്. പക്ഷേ ഗ്രീക്കിൽ 3 വോയിസ് ഉണ്ട്. ഗ്രീക്കിൽ എത്ര വോയിസ് ഉണ്ട്? 3 വോയിസസ് ഉണ്ട്. ഒന്നാമത്തെ വോയിസ് ആക്റ്റീവ് വോയിസ് ആണ്, അവസാനത്തെ വോയിസ് പാസീവ് വോയിസ് ആണ്. ഇതിന് രണ്ടിന് ഇടയ്ക്ക് ഒരു വോയിസ് ഉണ്ട്, അതിന് മിഡിൽ വോയിസ് എന്നാ പറയുന്നത്. എന്താണ് മിഡിൽ വോയിസ്? മിഡിൽ വോയിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ബൂമറാങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആസ്ട്രേലിയയിൽ. യു നോ ദാറ്റ് ഇറ്റ്സ് എ വെപ്പൺ യൂസ്ഡ് ബൈ ദ അബോറിജിനൽസ് ഇൻ ഓസ്ട്രേലിയ. ഇസ് ദർ എനിബഡി ഫ്രം ഓസ്ട്രേലിയ ഹിയർ? ആരുമില്ല. ഓക്കെ. ഓസ്ട്രേലിയയിലെ അബോറിജിനൽസ് അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസികളായ അബോറിജിനൽസ് ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് എന്ത്? അവൻ ആ പ്രയോഗിച്ച ആയുധം ബൂമറാങ് പോലെ എന്ന് വെച്ചാൽ അവൻ അങ്ങോട്ട് പ്രയോഗിച്ചാൽ തിരിച്ചു വന്ന് എന്ത് ചെയ്തു? അവനെ തന്നെ അടിച്ചു. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീണെന്ന് പറഞ്ഞ പോലെ. അതുപോലെയാണ് ഈ, അതായത് ഞാൻ ഒരു ആക്ടറാണ്, ഐ ഡു സംതിങ്. ആ ചെയ്യുന്ന, ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആക്ഷന്റെ എഫക്റ്റ് എനിക്ക് കൂടെ വരും. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ പറഞ്ഞ യോഹന്നാൻ 1:14. അതായത് ഈ ആക്ഷൻ മിഡിൽ വോയിസ് എന്ന് പറഞ്ഞാൽ ആക്ടർക്കും അല്ലെങ്കിൽ
സബ്ജക്റ്റിനും ഓബ്ജക്റ്റിനും ഒരുപോലെ ഈക്വൽ ആയിട്ട് എന്തുണ്ട്? സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒരുപോലെ വർക്ക് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട്. ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ അതേ വാക്യം തന്നെ, അത് വേർഡ് ബിക്കെയിം ഫ്ലെഷ്, വചനം. നിങ്ങൾ ആ വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു. അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? The word became flesh. ആക്റ്റീവ് വോയിസ്. അതിന്റെ പാസീവ് വോയിസ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ വായിച്ചാട്ടെ. The word became flesh എന്നുള്ളതിന്റെ വേറെ ട്രാൻസ്ലേഷനിൽ the word was made flesh. അതേത് വോയിസ് ആണ്? പാസീവ് വോയിസ്. എന്താ ഇങ്ങനെ? കാരണം ഒരേ വാക്യം ഒരിടത്ത് ആക്റ്റീവ് വോയിസ് ഒരിടത്ത് പാസീവ് വോയിസിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ പറയാം. വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്നുള്ളത് മിഡിൽ വോയിസിലാണ് എഴുതിയേക്കുന്നത്. വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്നുള്ളത് ഏത് വോയിസിലാണ്? മിഡിൽ വോയിസിലാണ്. അപ്പൊ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മിഡിൽ വോയിസ് എന്നൊരു സാധനം എവിടെ ഇല്ല? ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് ഒന്നുകിൽ അവർ ഏത് ട്രാൻസ്ലേറ്റ് ചെയ്യും? ആക്റ്റീവ് വോയിസ്. അല്ലെങ്കിൽ അവർ ഏതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും? പാസീവ് വോയിസ്. മിഡിൽ വോയിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇംഗ്ലീഷിൽ മിഡിൽ വോയിസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു ട്രാൻസ്ലേഷൻ വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്നുള്ള പറയുമ്പോൾ വേറെ ട്രാൻസ്ലേഷനിൽ വേർഡ് വാസ് മെയ്ഡ് ഫ്ലെഷ് എന്ന് പറയുന്നത്. അർത്ഥാൽ വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്ന് പറയുമ്പോൾ ബൂമറാങ് ആണെന്ന് ഞാൻ പറഞ്ഞു. വചനം ജഡമായി തീർന്നപ്പോൾ വചനം മാത്രമല്ല ആ ആക്ഷനിൽ ഇൻവോൾവ് ആയത്. വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്ന് പറയുമ്പോൾ ആരാണ് ഇൻവോൾവ് ആയത്? വേർഡ് ആണ്. ബട്ട് വേർഡ് വാസ് മെയ്ഡ് ഫ്ലെഷ് ബൈ someone. Who is that? God. So the very act of becoming, very act of word becoming flesh is not necessarily an act of Jesus alone, but it was an act, a combined act of both the word and God. You got it? That's an awesome understanding. Yeah. അപ്പൊ ഇതാണ് വോയിസ്. ഇനി മൂന്നാമതൊരു സാധനം കൂടെ ഗ്രീക്കിൽ പ്രത്യേകമാണ്. മറ്റു ഭാഷകളൊന്നും അതിന് പ്രസക്തി ഇല്ല. മറ്റു ഭാഷകളിൽ പ്രസക്തി ഇല്ലാത്തൊരു സാധനമുണ്ട്. മൂടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കിപ്പോ ഒരു മൂടും ഇല്ല, ഇന്നൊരു മൂടും ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. എന്താ മൂടെന്ന് പറഞ്ഞാൽ? State of mind to do something. എന്തോ State of mind to do something, sir. അയ്യാ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഗ്രീക്കിൽ 4 മൂടുകളുണ്ട്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല. നിങ്ങൾ ആരെങ്കിലും റിട്ടറിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഉദാഹരണം ഈ ഐ ഗോ ടു സ്കൂൾ, അത് ഏതിനാണ് എംഫസൈസ്? ഐക്ക്. ബട്ട് ഐ ഗോ ടു സ്കൂൾ ഏതിനാണ് എംഫസൈസ്? 300 meters, turn left onto Vamanapuram Thanam Road. ആരാണ്ട് ട്രാവൽ ചെയ്യാണല്ലോ. ഗൂഗിൾ മാപ്പ് ഒക്കെ എങ്ങനെ അനൗൺസ് ചെയ്യുന്നു? Who is that Lawrence traveling? Yes, sir. We are going to airport to leave the daughter, sir. Okay. To Vamanapuram Thanam Road. Okay, fine. അപ്പൊ ഈ 4 മൂഡുകളാണ് ഗ്രീക്കിലുള്ളത്. അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല. നമ്മുടെ റിട്ടറിക്സ് പോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ മൂഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മൂഡിന് ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറയും. എന്താണ് ഇൻഡിക്കേറ്റീവ് മൂഡ്? ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ, സൂചിപ്പിക്കുക, സൂചന. ഇൻഡിക്കേറ്റർ നമ്മൾ കാറിന് വണ്ടിക്കൊക്കെ ഇൻഡിക്കേറ്റർ ഇടത്തില്ലേ? ടു ഗീവ് എന്താ an indication, give an indication. ഇൻഡിക്കേറ്റീവ് മൂഡ്. ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞൊരു മൂഡുണ്ട്. സാധാരണ ഇൻഡിക്കേറ്റീവ് മൂഡിൽ ഒരു ക്രിയാപദം ഉപയോഗിച്ചാൽ, ഇതെല്ലാം അത് ക്രിയയായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റീവ് മൂഡിൽ ഒരു ക്രിയാപദം ഉപയോഗിച്ചാൽ ആ ക്രിയയിൽ പറയുന്ന അല്ലെ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ഇറ്റ് ഇസ് എ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിയാലിറ്റി. ഇറ്റ്സ് എ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിയാലിറ്റി. എല്ലാരും പേടിച്ചോ? ഞാൻ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിച്ചോ? It is a dogmatic. If any sentence is or any verb is used in the indicative mode that contains
സംതിങ് ഡോഗ്മാറ്റിക് ഓർ ഇറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ദ വേർഡ് ബിക്കേം ഫ്ലഷ്, അത് ഉപയോഗിച്ചിരിക്കുന്ന മൂഡ് ഏത് മൂഡാണ്? ഇൻഡിക്കേറ്റീവ് മൂഡാണ്. ഞാൻ ഇനി പറഞ്ഞത് എയറിസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ക്രിയാപദം ഇൻഡിക്കേറ്റീവ് മൂഡോടെ ചേർത്ത് ഉപയോഗിച്ചാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. വേർഡ് ബിക്കേം ഫ്ലഷ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? Yeah. വേർഡ് ബിക്കേം ഫ്ലഷ് എന്ന് പറഞ്ഞ ഏത് ടെൻസ് ആണെന്നാ പറഞ്ഞേ? എയറോസ്റ്റിക്. എയറിസ്റ്റ് ടെൻസ്. ആ എയറിസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ക്രിയാപദം ഇൻഡിക്കേറ്റീവ് മൂഡ് ആണെങ്കിൽ അത് പാസ്റ്റ് ഇവന്റ് ആണ്. പിടികിട്ടിയോ? Yeah. നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് നടക്കത്തില്ല. അപ്പൊ ഇൻഡിക്കേറ്റീവ് മൂഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ് എ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിയാലിറ്റി. ദ വേർഡ് ബിക്കേം ഫ്ലഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോഗ്മ, ഇറ്റ്സ് എ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിയാലിറ്റി which constitute the basis of Christianity. If word has not become flesh, There is no Christianity. യേശു ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ലെങ്കിൽ എന്താ കുഴപ്പം? സപ്പോസ് ജീസസ് ഇസ് എ മിത്തിക്കൽ ഫിഗർ, വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് ദാറ്റ്? Just like Krishna or Rama or Ganapati or any Hindu deities, if Jesus is not a historical figure, if he is just a mythical figure, what's the problem with that? There is no Christianity then. There is no Christianity. The very foundation of Christianity will be shaken because there is no crucifixion, there is no incarnation, because all the basic teachings of Christianity are based on the life events of Jesus, not necessarily the teachings of Jesus. ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും പ്രത്യേകത, എല്ലാ മതങ്ങളും സ്ഥാപിച്ച സ്ഥാപകരുടെ ടീച്ചിങ്സിൽ ബേസ് ചെയ്ത്. Take the case of Islam, it is based on the teachings of Muhammad. Take the case of Hinduism, based on the teachings of the saints. Take the case of Buddhism or Jainism, all are based on the teachings of the founding fathers, whereas Christianity is not a religion based on the teachings of Jesus. Of course, you need to follow the teachings of Jesus, whereas the very foundation, the very creamy layer, or the very basic tenets of Christianity is based on the life events of Jesus. യേശു ക്രിസ്തുവിന്റെ ജീവിത സംഭവങ്ങളാണ് ക്രിസ്ത്യാനിത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ലെങ്കിൽ, ഒരു മനുഷ്യനായി വന്നിട്ടില്ലെങ്കിൽ, യേശു ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം സീറോ. പിടികിട്ടിയോ? അപ്പൊ മൂഡ്, ഒന്നാമത്തെ മൂഡ് ഏത് മൂഡാണ്? ഇൻഡിക്കേറ്റീവ്. രണ്ടാമത്തെ മൂഡ് ഇമ്പരറ്റീവ് മൂഡാണ്. രണ്ടാമത്തെ മൂഡ് ഇമ്പരറ്റീവ്. ഇമ്പരറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ഓർ റിക്വസ്റ്റ്. നിങ്ങൾ 4 ഇംഗ്ലീഷ് പഠിച്ചപ്പോഴേ 4 ടൈപ്പ് ഓഫ് സെന്റൻസസ് പഠിച്ചിട്ടില്ലേ? How many types of sentences are there in English? Basic grammar. 4 types. ഏതൊക്കെയാണ്? Present tense, past. What are the 4 types of sentences? Statements or affirmative sentence, Compound. interrogative sentence, imperative sentence. നിങ്ങൾ ഇനി ഇംഗ്ലീഷ് ഗ്രാമറോട് പഠിപ്പിക്കണോ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതൊക്കെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചാ ഞാൻ. അത് പഠിക്കുന്ന കാലത്ത് സ്കൂളിലൊക്കെ പോയപ്പം തെങ്ങി കയറാതെ മാവി കയറാതെ പറങ്കാവിൽ അറിയാതൊക്കെ മര്യാദ പഠിച്ചായിരുന്നെങ്കിൽ ഇതൊക്കെ പഠിച്ചേനെ. ഓക്കെ, ഫൈൻ. അപ്പോ എന്നതുപോലെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മോഡാണ് ഇമ്പരറ്റീവ് മോഡ്. ഒരു ക്രിയാപദം എയറിസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക ഇമ്പരറ്റീവ് മൂഡ് ആണെങ്കിൽ അത് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. എന്താണ്? ഞാൻ ഒരു ടെൻസിന്റെ കാര്യം പറഞ്ഞില്ല, ഒരു സ്പെഷ്യൽ ടെൻസ്. ഏത് ടെൻസ് ആണ്? 2 സ്പെഷ്യൽ ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? ഏതൊക്കെയാണ്? 5 ടെൻസുകൾ ഉള്ളതിൽ 2 എണ്ണം സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? Future perfect tense. എന്താ സൂസൻ ബിജു? എയറിസ്റ്റ് ടെൻസും Aorist and perfect. എയറിസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ടെൻസ്. അതിൽ തന്നെ എയറിസ്റ്റ് ടെൻസ് ഇൻഡിക്കേറ്റീവ് മൂഡിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഈവന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ? Past.
പാസ്റ്റ് ഇവന്റ്, ആ സംഭവം നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ എയറിസ്റ്റ് ടെൻസ് ഇമ്പരറ്റീവ് മൂഡിൽ ഉപയോഗിച്ചാൽ അതൊരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാനാണ്. ഇമ്പരറ്റീവ് എന്ന് വെച്ചാൽ ഒരു കമാൻഡ് അല്ലേ? പക്ഷെ എയറിസ്റ്റ് ടെൻസിൽ ആ ഇമ്പരറ്റീവ് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഡു ഇറ്റ് നൗ എന്നാണ്. കമാൻഡ് ഡു ഇറ്റ് നൗ ആണ്, വെറും കമാൻഡ് അല്ല. ഡു ഇറ്റ് നൗ. പ്രസന്റ്. ഡോണ്ട് ഡിലേ. പ്രസന്റ് അല്ല, ഡു ഇറ്റ് നൗ. ഫ്യൂച്ചർ ആക്ഷൻ ആണ്, ഉടനെ ചെയ്യണം. ഉദാഹരണം, വെളിപ്പാട് പുസ്തകം എഫെസോസ് സഭയുടെ ദൂത് എഴുതുമ്പോൾ എഫെസോസ് സഭയുടെ ദൂത് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സഭകളിലും പറയുന്നു, മാനസാന്തരപ്പെടണം. ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടണം. റിപ്പന്റ്, മെറ്റാനോയിയ. ആ വാക്ക് ഉപയോഗിച്ചിരുന്ന എയറിസ്റ്റ് ഇമ്പരറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഉടനെ നടക്കണം, ഉടനെ ചെയ്യണമെന്നാണ്. അവരത് ഉടനെ ചെയ്തില്ല. ഓക്കെ, ഞാൻ എഫ്.എസ്. ലേഖനത്തിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, വിട്ടേക്കുന്നു. എന്താ പറഞ്ഞത്? ശരിക്കും പറയാൻ, എയറിസ്റ്റ് ടെൻസ് ഇമ്പരറ്റീവ് ആണെങ്കിൽ അത് ഫ്യൂച്ചർ ആക്ഷൻ, യു ഹാവ് ടു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ തക്കാലം അതുകൊണ്ട് വിടുന്നു. മൂന്നാമത് ഒരു മൂഡുണ്ട്. മൂന്നാമത്തെ മൂഡ് എന്ന് പറയുന്നത് സബ്ജങ്റ്റീവ് മൂഡ് എന്ന് പറയും. സബ്ജങ്റ്റീവ്, SUMJUNCT, സബ്ജങ്റ്റീവ്, SUMJUNCTIV, സബ്ജങ്റ്റീവ് മൂഡ്. സബ്ജങ്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ പെർഹാപ്സ്, മേ, ഇറ്റ് മേ ഹാപ്പൻ, മേ ഓർ മേ നോട്ട് ബി, ഇറ്റ് മേ റെയിൻ ഓർ ഇറ്റ് മേ നോട്ട് ബി റെയിൻ. അതാണ് സബ്ജങ്റ്റീവ് മൂഡിൽ ഒരു സെന്റൻസ് ഉപയോഗിച്ചാൽ, ഒരു ക്രിയാപദം പറഞ്ഞാൽ നടക്കുമെന്നോ അല്ലെ ഗ്യാരണ്ടി ഒന്നും ഇല്ല. സംതിങ് മേ ബി ഹാപ്പനിങ് ഓർ മേ നോട്ട് ബി ഹാപ്പനിങ്. നാലാമത്തെ മൂഡ്, ഇനി നമ്മൾ ഭാഷ തുടങ്ങാൻ പോവാണ്. ഇതുവരെ ഞാൻ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയുകയായിരുന്നു. നാലാമത്തെ മൂഡ് ഒപ്റ്റേറ്റീവ് മൂഡ് എന്ന് പറയും. എന്താണ്? OPTATIV, ഒപ്റ്റേറ്റീവ്. ഒപ്റ്റേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിഷ്, ഐ ബി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇംപ്രോബിൾ ആണ്. ഐ ബി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതൊരു വിഷാണ്. അപ്പൊ നമ്മൾ വിഷ് ചെയ്യുന്ന, നമ്മുടെ ആഗ്രഹം, നമ്മുടെ വിഷ്, അത്തരം കാര്യങ്ങൾ പറയുന്ന മൂഡാണ്. ഏത് മൂഡ്? ഒപ്റ്റേറ്റീവ് മൂഡ്. ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഭാഷയിലെ ലെറ്റേഴ്സ് ആണ്. എന്താണ് ലെറ്റേഴ്സ്? ആർക്കെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അത് എനേബിൾ ചെയ്തിട്ടില്ല. അതെന്താ ചെയ്യാഞ്ഞ്? അല്ല, നമ്മള് ഇവിടുന്ന് ഷെയർ ചെയ്യുന്ന എനേബിൾ ചെയ്യേണ്ട കാര്യം എന്തുവാ? ഹോസ്റ്റ് ഡിസേബിൾഡ് ഷെയറിംഗ് എന്ന് ഇട്ടേക്കുന്നത് നമ്മളുടെ. എനിക്കറിയത്തില്ല എന്താ അങ്ങനെ വന്നേന്ന്. അല്ല, നിങ്ങൾക്കെല്ലാം ഈ പുസ്തകത്തിന്റെ ഡിസേബിൾ, ഈ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തന്നില്ലയോ? സോഫ്റ്റ് കോപ്പി, അത് ഓപ്പൺ ചെയ്യാനാ പറഞ്ഞേ. നമ്മൾ തന്നെ ഓപ്പൺ ചെയ്യാൻ, നോട്ട് ഷെയറിംഗ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ കഴിയും. ദാറ്റ്സ് ഇനഫ്. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പേജ് താഴോട്ട് പോകണം. Elements of New Testament Greek. താഴോട്ട് പോ. ലെസൺ നമ്പർ 3. പേജ് നമ്പർ എടുക്കണോ? ഞാൻ ഇത് എടുത്തു വരണം. എൻ്റെ ടെസ്റ്റ് ഒറിജിനൽ ഇല്ല. ഒറിജിനൽ ടെസ്റ്റ് കോളേജിലിരിക്കുക. പേജ് നമ്പർ, ലെസൺ നമ്പർ 3 എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 32. കണ്ടോ? 32. യാ, ലെസൺ നമ്പർ 32 അല്ല, ലെസൺ നമ്പർ 1 എന്ന് പറയുന്നത്. സോറി, ആൽഫബറ്റ്. പേജ് നമ്പർ 32. പേജ് നമ്പർ 32 വന്നു. അതെ. ഇത് വന്നോ? Can you see this? Alpha, beta, gamma. Did you see that? Yes. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ?
ഓക്കെ, ശ്രദ്ധിക്കൂ, ഗ്രീക്കിൽ ഇംഗ്ലീഷിലുള്ളതുപോലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. എന്തുകൊണ്ട്? Small letter and capital letter. ക്യാപിറ്റൽ ലെറ്റർ. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ, ഏറ്റ, തീറ്റ, അയോട്ട, കാപ്പ, ലാംഡ, മു, നു, സൈ, ഒമിക്രോൺ, പൈ, റോ, സിഗ്മ, ടൗ, എപ്സിലോൺ, ഫൈ, ഹൈ, സൈ, ഒമേഗ എന്ന് നമ്മൾ തന്നെ പ്രൊനൗൺസ് ചെയ്യുമെങ്കിലും നമ്മൾ ഒരു വാക്കിൽ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരം പോലെയാണ് ഉച്ചരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആൽഫ എന്ന അക്ഷരം ഇംഗ്ലീഷിൽ എക്ക് തുല്യമാണ്. പിടികിട്ടിയോ? ബീറ്റ എന്ന പഠിക്കാൻ എളുപ്പ. ബീറ്റ എന്ന് പറയുന്ന അക്ഷരം ഇംഗ്ലീഷിലെ ബിക്ക് തുല്യമാണ്. ബി ആണ്, ഇംഗ്ലീഷിലെ ബി ആണ്. ആൽഫ, ബീറ്റ, ഗാമ, നിങ്ങൾ സയൻസും മാത്സും ഒക്കെ പഠിച്ചിട്ടുള്ള ഇതിൽ കുറെ ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ആൽഫ രശ്മികൾ, ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ് പഠിച്ചിട്ടില്ലേ? സിഗ്മ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ എ ആണ് ഇംഗ്ലീഷിലെ, ബീറ്റ ഇംഗ്ലീഷിലെ ബി ആണ്, ആൽഫ ബീറ്റ. ഗാമ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ജി ആണ്. ഇംഗ്ലീഷിലെ ജി പോലെ തന്നെ എഴുതുന്നു ഗാമ. ഡെൽറ്റ, ഡെൽറ്റ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ഡി ആണ്. നമ്മുടെ ഈ കർട്ടന്റെ കൊളുത്ത് പോലെ അത് എഴുതുന്നത്. ഇംഗ്ലീഷിലെ ഡി ആണ് ഡെൽറ്റ. അപ്പൊ ഇംഗ്ലീഷിൽ ഗ്രീക്കിൽ നമ്മൾ എഴുതുമ്പോഴും ആ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ വായിക്കുന്ന പോലെ ആ ശബ്ദത്തിലാണ് വായിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ആൽഫ എ, ബീറ്റ ബി, ഗാമ ജി, ഡെൽറ്റ ഡി, എപ്സിലോൺ ഇംഗ്ലീഷിൽ ഈ പോലെ തന്നെ എഴുതുന്നത്. എപ്സിലോൺ ഇ. അടുത്ത സീറ്റ. സീറ്റ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഇസഡ് ആണ്. ഇംഗ്ലീഷിലെ ഇസഡ് ആണ് സീറ്റ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ. ഏറ്റ, ഈറ്റ എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്. ഈറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ എൻ പോലെ എഴുതാം, സ്മോൾ ലെറ്റർ എം പോലെ എഴുതും. പക്ഷെ നമ്മൾ മലയാളത്തിലുള്ള ഈ എന്ന് പറയത്തില്ലേ, ഇംഗ്ലീഷിൽ നമുക്ക് ലോങ് വവൽ ഇല്ല. ഉണ്ടോ? ഓക്കെ, ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26. അതിനകത്ത് അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വവൽസും ഒന്ന് കൺസോണൻസും. വവൽസ് എന്ന് പറഞ്ഞാൽ എന്തോ? വവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ. പക്ഷെ അതിനകത്ത് എല്ലാം ഷോർട്ട് വവൽസാ, എ, ഇ, ഐ, ഒ, യു. എന്നാൽ ഗ്രീക്കിൽ ലോങ് വവൽ ഉണ്ട്, 2 എണ്ണം. അതിലൊന്നാണ് നമ്മൾ മലയാളത്തിലെ ഈ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈറ്റ. കണ്ട പദം? നിങ്ങൾ ആ പേജ് എടുത്തു വെച്ചിട്ടുണ്ടോ? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ, ഏറ്റ. കണ്ടോ? ഏറ്റാന്ന് കണ്ടോ? അല്ലെ ഈറ്റ. അത് പ്രൊനൗൺസ് ചെയ്യുന്ന എഴുതിയേക്കുന്നിടത്ത് ഈ ടി എന്ന് എഴുതിട്ട് ഈയുടെ മണ്ടയ്ക്ക് ഒരു സ്ട്രോക്ക് കൊടുത്തേക്കുന്നുണ്ടോ? ഇ ടി എ, ഈറ്റ എന്ന് എഴുതിയിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് തുടക്കത്തിൽ നെയിം ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് താഴ്ത്തി എഴുതിയേക്കുന്നു. നെയിം ഓഫ് ലെറ്റേഴ്സ് പേര് എഴുതിയേക്കുന്നു. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, ഇംഗ്ലീഷ് ഈക്വലന്റ് അതും എഴുതിയിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എന്ന് വായിക്കണം, മലയാളത്തിലെ ഈ എന്ന് വായിക്കുന്ന പോലെ. അപ്പൊ അത് പിടികിട്ടിയോ? അതിന്റെ ആ ഇംഗ്ലീഷ് ഈക്വലന്റോട് നോക്കിയേ. ആൽഫ എന്ന് പറയുന്ന എ ആണ്, ബീറ്റ ബി ആണ്, ഗാമ ജി ആണ്, ഡെൽറ്റ ഡി ആണ്, എപ്സിലോൺ ഇ ആണ്, സീറ്റ ഇസഡ് ആണ്, ഏറ്റ ഇ എന്നാണ്, തീറ്റ ടി എച്ച് ആണ്, അയോട്ട ഇംഗ്ലീഷിലെ ഐ ആണ്, കാപ്പ കെ ആണ്, ലാംഡ എൽ ആണ്, മു എം ആണ്, നു എൻ ആണ്, സൈ ഇംഗ്ലീഷിലെ എക്സിന് തുല്യമാണ്, ഒമിക്രോൺ ഇംഗ്ലീഷിലെ ഒ ആണ്, പൈ ഇംഗ്ലീഷിലെ പി ആണ്, റോ ഇംഗ്ലീഷിലെ ആർ ആണ്, സിഗ്മ ഇംഗ്ലീഷിലെ എസ് ആണ്. കിട്ടിയോ? ടൗ ഇംഗ്ലീഷിലെ ടി ആണ്, ഉപ്സിലോൺ ഇംഗ്ലീഷിലെ യു ആണ്, ഫൈ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇല്ല, അത് ഇംഗ്ലീഷിലെ എഫിന് തുല്യമാണ്, പി എച്ച്. ഇച്ചിരിയുടെ ഗട്ടറൽ ആണെന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരിയുടെ പവർഫുൾ ആണെന്നുള്ളത് ഫൈ. അടുത്ത കൈ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിലെ സി എച്ച് എന്ന് 2 അക്ഷരം ചേർത്ത് എഴുതുന്ന ക്രൈസ്റ്റിനൊക്കെ എഴുതുന്ന കൈയാണ്. മറ്റൊന്ന് സൈ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ സൈക്കോളജി PSY എന്ന് എഴുതുന്ന പോലെ ഇത് PS എന്നാണ് അതിന്റെ ആദ്യത്തെ അക്ഷരം. സൈക്കോളജിയുടെ ആദ്യത്തെ അക്ഷരം അത് തന്നെയാണ്. സൂക്കെ എന്നാണ് ഗ്രീക്കിൽ, അതിൽ നിന്നാണ് സൈക്കോളജി എന്ന് വന്നത്, അതുകൊണ്ടാണ് PSY എന്ന് വന്നത്. അടുത്ത ഒമേഗ W തുല്യമാണ്. അപ്പൊ ഏതാണ്ട് 5 ലെറ്റേഴ്സ് ഉള്ളൂ. 5 ലെറ്റേഴ്സ് ഉള്ളു. എന്ത്
4 അല്ലെ 5 ലെറ്റേഴ്സേ ഉള്ളൂ ഇംഗ്ലീഷിലല്ലാത്ത വാക്കുകളിലുള്ളത്. ഒന്ന് തീറ്റ, ഒന്ന് ഫായി, ഒന്ന് ഖായി, ഒന്ന് സായി, ഒന്ന് ഒമേഗ. ബാക്കി എല്ലാത്തിനും തുല്യമായിട്ട് ഏതുണ്ട്? അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ അക്ഷരമുണ്ട്. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് അക്ഷരം പോലെ തന്നെ. അതിലില്ലാത്ത 5 അക്ഷരമുണ്ട്. അതിന് 2 അക്ഷരങ്ങൾ ഇംഗ്ലീഷിലെ ചേർന്ന അക്ഷരമാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ത, ഫൈ എന്ന് പറഞ്ഞാൽ PH, സൈ എന്ന് പറഞ്ഞാൽ PS. അത്രയേ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ CH. അങ്ങനെ 5 ലെറ്റേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എവിടെ ഉള്ളതാണ്? ഇംഗ്ലീഷിലുള്ളതാണ്. ഇത്രയും പിടികിട്ടിയോ? ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. നമ്മൾ പെതുക്കെ ആ ലെറ്റേഴ്സിലേക്ക് കയറുകയാണ്. എന്തെങ്കിലും സംശയം ചോദിക്കാണ്ട് വേഗം ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും പറയാനില്ല? ഹലോ, എന്തെങ്കിലും ഒന്ന് പറയൂ. I have a doubt. Okay, go ahead. ടെൻസസിനകത്ത് 2 ടെൻസ് വ്യത്യാസം പറഞ്ഞു. ഒന്ന് ഫ്യൂച്ചർ ടെൻസ്, മറ്റേത് ബ്ലൂ ടെൻസ് എന്നാണോ പറഞ്ഞത്? ബ്ലൂ പെർഫെക്റ്റ്, PLU. രണ്ടെണ്ണം റെയർ, വളരെ റെയർ ആയിട്ടുള്ള 2 അല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന് പെർഫെക്റ്റ് ടെൻസും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും, മറ്റൊന്ന് ബ്ലൂ പെർഫെക്റ്റ്, PLU. ഞാൻ ഈ അയച്ചു തന്നേക്കുന്ന ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി തന്നിട്ടില്ലേ? അതിന്റെ അകത്തൊരു 35ാമത്തെ ലെസൺ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ തലക്കെട്ട് കാണാം, ബ്ലൂ പെർഫെക്റ്റ്. നമ്മൾ അത്രയൊന്നും പഠിക്കത്തൊന്നുമല്ലോ, 10-15 ലെസണൊക്കെ പഠിപ്പിക്കത്തുള്ളൂ. അതിനപ്പുറം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഒരു സെമസ്റ്റർ കഴിയും. ഞാൻ കുറെ നാളുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. പരമാവധി 18 ലെസൺസ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സെമസ്റ്റർ കഴിയും. എന്നാലും അതിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു ഗ്രീക്ക് വാക്ക് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാൻ പറ്റും. വായിച്ച അതിന്റെ ഡിക്ഷണറി നോക്കി നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതിന്റെ കമന്ററി വായിച്ചാൽ അതിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും. അത്രേ ബേസിക്കലി ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെ ഗ്രീക്ക് എക്സ്പെർട്ട് ആക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഹെൽപ്പ് യു ടു റീഡ് ദ ഗ്രീക്ക് വേർഡ്, ടു ഫൈൻഡ് ദ കറക്റ്റ് മീനിങ് ഫ്രം എ ഡിക്ഷണറി, ഗ്രീക്ക് ഡിക്ഷണറി, ആൻഡ് ആൾസോ റീഡ് ദ കമന്ററീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ്. അത്രയും പോരായോ? അല്ല, നാളെ നിങ്ങളെല്ലാം ഗ്രീക്ക് പഠിച്ചിട്ട് ഗ്രീക്കിൽ ലേഖനം എഴുതാനും എസ് എഴുതാനും പറയാനൊന്നും അല്ല. അല്ലെ, നിങ്ങൾ ഗ്രീക്ക് പഠിച്ചിട്ട് നാളെ ഗ്രീക്ക് പ്രസംഗിക്കാനൊന്നും അല്ല. ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കുന്ന പോലെ. ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വറി. ആ പ്രായമൊക്കെ കഴിഞ്ഞു സാറേ. ഇനി ഏജ് ഈസ് ആൻ ഏജ് ഫോർ റൊമാൻസ് എന്ന് ഞാൻ പറയും. എന്നുപോലെ ഇനി ഏജ് ഈസ് ആൻ ഏജ് ഫോർ സ്റ്റഡീസ്. ഐ ആം സ്റ്റിൽ എ സ്റ്റുഡന്റ്, എ മാൻ ഓഫ് 63. ഞാൻ ഇന്നും രാവിലെ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യും. എന്നും പഠിക്കും. എന്നും ഓരോ പുതിയ വാക്ക് പഠിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച ടോട്ടർ, കട്ടാക്കോം. പിന്നെ ഒരു വാക്ക് ഞാൻ പഠിച്ച എച്ചിങ്. ഇച്ചിങ് അല്ല, എച്ചിങ്. ഇച്ചിങ്ങിന്റെ ഐ പോയിട്ട് ഈ വരും. കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല നിങ്ങൾ. എച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡസ് എനിബഡി നോ എച്ചിങ്? ETCHING, എച്ചിങ് ഇൻസ്റ്റെഡ് ഓഫ് ഇച്ചിങ്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചോദിച്ചില്ല. ആ ഐ അങ്ങ് പോയിട്ട് ഈ വരണം. എച്ചിങ് എന്നാണ്. എന്തോ? കേട്ടിട്ടില്ല, കേൾക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. എച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭിത്തിയിലൊക്കെ ഈ എന്തെങ്കിലും കൊത്തുപണി ഒപ്പിക്കുന്ന ആ പണിക്ക് പറയുന്ന പേരാണ്. എനിത്തിങ് ദാറ്റ് വിച്ച് വി ഇൻസ്ക്രൈബ് ഓൺ എ വാൾ ഓഫ് എ പിക്ചർ. കൊത്തുപണി കൊണ്ട് പിക്ചർ ഭിത്തിയിലൊക്കെ ഒപ്പിക്കുന്നതിനാണ്, തടിയിലൊക്കെ പണിഞ്ഞു വെക്കുന്നതിനാണ് എച്ചിങ് എന്ന് പറയുന്നത്. കട്ടാക്കോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടിന് തുല്യമാണ്. പണ്ട് കാലത്തൊക്കെ ദൈവമക്കൾ ആരാധനയ്ക്ക് പീഡയുടെ കാലത്ത് ഗുഹയ്ക്കകത്ത് ആരാധിക്കാൻ കൂടാതെ അതിനാ കട്ടാക്കോമ്പ് എന്ന് പറയുന്നത്. ഇന്നും ടർക്കിയിലുണ്ട്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ രക്ഷയില്ലാതെ അവർ പാറ തുറന്ന് അതിനകത്ത് കയറി താമസിച്ച് അതിനകത്ത് പശുവിനെ വളർത്തി ആ പാറ തുറന്ന് എൻ്റെ അനിയൻ പോയിട്ട് വന്നു കണ്ട് എൻ്റെ ഫോട്ടോ അതിനകത്ത് കിണർ വെട്ടി അത്രയും പീഡിപ്പിച്ചവരെ കൊന്നു കളഞ്ഞു മുസ്ലിങ്ങൾ ടർക്കിയിൽ. ടർക്കി എന്ന് പറയുന്ന പഴയ നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുള്ള സ്ഥലമായിരുന്നറിയാമോ? എഫെസോസ്, സ്മുർന,
ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഏതാണ് ഇന്നത്തെ ടർക്കിയാന്ന് അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ ഏഷ്യ മൈനർ ചിറ്റാസിയ എന്ന് പറയുന്ന ഇന്നത്തെ ടർക്കിയാന്ന് അറിയാമോ? അറിയത്തില്ല. അറിയാം. 99% ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പൊ 99% മുസ്ലിങ്ങളായി. ഓക്കെ, നമുക്ക് ഇവിടേക്ക് വരാം. വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? അപ്പൊ ഈ ലെറ്റേഴ്സ് നമ്മൾ നോക്കിയേ. ആദ്യം നമ്മൾ സ്മോൾ ലെറ്ററാ പഠിക്കുന്നത്. കണ്ടോ സ്മോൾ ലെറ്റർ? ഹലോ, എഴുതി കാണിക്കാൻ ബോർഡില്ല, നിങ്ങൾ പ്രതികരിക്കണം. അത് എഴുതുന്ന ഒരു രീതിയുണ്ട്. അതിന് അടുത്ത പേജിലോട്ട് പോയേ. അതിന് അടുത്ത രണ്ടാമത്തെ പേജിൽ പോകുമ്പോ താണ്ട എഴുതുന്ന അക്ഷരം എഴുതിയേക്കുന്നുണ്ടോ? 2 ലൈൻ ഇട്ട് റൈറ്റിംഗ് ദ സ്മോൾ ലെറ്റേഴ്സ് എന്നുള്ളടിയിൽ എക്സസൈസ് 1 തൊട്ട് മേളിൽ കണ്ടോ? കണ്ടു. ആ എഴുതിയേക്കുന്നെല്ലാം ഓരോ ഡോട്ട് കിടക്കുന്നുണ്ടോ? ഡിഡ് യു സീ ദാറ്റ് ഡോട്ട് ഇൻ എവരി ലെറ്റർ? കണ്ടോ? ആ ഡോട്ട് കിടക്കുന്നിടത്ത് എഴുതി തുടങ്ങേണ്ടത്, വരച്ചു തുടങ്ങേണ്ടത്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ചുമ്മാതെ എവിടുന്നെങ്കിലും അങ്ങ് തുടങ്ങുകയല്ല. ആൽഫ, ബീറ്റ അടിക്കുന്നതാണ് ബീറ്റ. ഗാമ ഇടത്തുനിന്ന് തുടങ്ങുന്നത്, ജി മാതിരി ഇവിടെ ഗാമ. നിങ്ങൾ ഇംഗ്ലീഷ് പോലെ തന്നെയാണ് ഈ ഭാഷയ്ക്കും ഈ ലെറ്റേഴ്സും 2 ലൈനിലും 3 ലൈനിലും 4 ലൈനിലും എഴുതും. മനസ്സിലായോ? നിങ്ങൾ ആ ഡോട്ട് കണ്ടോ? കണ്ടു. ആ ഡോട്ട് തുടങ്ങുന്നിടത്തുനിന്നാ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ആ ഡോട്ട് തുടങ്ങുന്നിടത്ത് എഴുതി അവസാനിപ്പിക്കണം. ബീറ്റ, ഗാമ, ഡെൽറ്റയുടെ നടുക്കുന്ന എന്നുവെച്ചാൽ താഴേന്ന് തുടങ്ങി മേപ്പോട്ട് കൊണ്ടുവന്ന് കുരുത്ത് വെക്കുക. എപ്സിലോൺ മേളിൽ നിന്നാണ്, സായി മേളിൽ നിന്നാണ്, ഏറ്റ അതിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ ആ സ്റ്റാർ പോലെ ഡോട്ട്? വെറും ഡോട്ട് അല്ല, സ്റ്റാർ പോലാണെന്ന് കണ്ടോ? ഒന്ന് വലുതാക്കത്, വലുതാക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ? തീറ്റ, അയോട്ട, എഴുതി തുടങ്ങുന്ന എവിടുന്ന് തുടങ്ങണം എന്നുള്ളതിന്റെ മാർക്കിംഗ് ആണത്. മൂ, നൂ, സായി, ഒമിക്രോൺ, പൈ. ഓക്കെ, അപ്പം സിഗ്മ 2 സിഗ്മയുണ്ട്. കണ്ടോ? 2 സിഗ്മ കണ്ടോ? ഒരെണ്ണം നമ്മുടെ 6 തിരിച്ചിടുന്ന മാതിരിയാ, മറ്റൊന്ന് എസ്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 6 തിരിച്ചിടുന്ന മാതിരിയുള്ള സിഗ്മ ഒരു സെന്റൻസിന്റെ, ഒരു വാക്കിന്റെ തുടക്കത്തിലും നടുക്ക് വരുമ്പോഴും ആ സിഗ്മയാണ്. പക്ഷെ ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ ഇംഗ്ലീഷിൽ എസ് ആണ് എഴുതുന്നത്. മനസ്സിലായോ? Should I repeat again? There are 2 sigma. There are 2 sigma. കണ്ടില്ലേ? നിങ്ങൾ ആ പുസ്തകം നോക്കിയാട്ടെ. കണ്ടു. ഇൻ ബിറ്റ്വീൻ ഓർ എഴുതിയേക്കുന്നത്. ഓർ എഴുതിയേക്കുന്നത് കണ്ടില്ലേ? സിഗ്മ 2 ഉണ്ട്. ആ 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിഗ്മ ഒരു വാക്കിന്റെ ആദ്യം എസ് വരുവാണെങ്കിൽ ആദ്യത്തെ സിഗ്മ എഴുതും. ഒരു വാക്കിന്റെ മിഡിലിൽ വന്നാലും ആദ്യത്തെ സിഗ്മ. എന്നാൽ ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരമാണെങ്കിൽ ആ സിഗ്മ നമ്മുടെ ഇംഗ്ലീഷിൽ എസ് പോലുള്ള എസ് ആണ്. ഇംഗ്ലീഷിൽ എസ് പോലെ അത് കേട്ടു. അങ്ങനെ എഴുതിയേക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ എസ് പോലെ നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. അത് പിടി കിട്ടിയോ? വേറെ അതിനകത്ത് പ്രത്യേകത ഒന്നുമില്ല. ഇതെണ്ണം മാത്രമേ ഉള്ളൂ 2 എണ്ണം വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും എന്റെ കൂടെ പറ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ആ നോട്ട്സ് പുസ്തകം നോക്കി പറഞ്ഞാൽ മതി. ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ പറയണം. അത് വായിപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ ആദ്യം പോലെ ഒന്നുകൂടെ പറയാം. ആ മേപ്പോട്ട് പോയിട്ട് അത് എടുത്താട്ടെ. കണ്ടോ? മേലോട്ട് പോയിട്ട് ആ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, നെയിം ഓഫ് ദ ലെറ്റർ, പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ് ഈക്വലന്റ് കണ്ടോ? കണ്ടു. ഞാൻ പറയുമ്പോ എന്റെ കൂടെ അത് കണ്ടു പറയണം. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ,
Theta. Eta, Eta. theta, Theta. iota, Iota. kappa, Kappa. lambda, Lambda. mu, Mu. nu, Nu. psi, xi, psi, psi, Psi. omicron, pi. Pi. പൈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പൈയുടെ വാല്യൂ എത്രയാണെന്ന് പഠിച്ചിട്ടില്ലയോ? 17. നമ്മുടെ ഒരു സിലിണ്ടറിക്കൽ ഫിഗറിന്റെ മൊത്തം മെഷർ എടുക്കാൻ പൈആർ സ്ക്വയർഡ് എച്ച് പൈആർ സ്ക്വയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഒരു സർക്കിളിന്റെ ഏരിയ എടുക്കാൻ പൈആർ സ്ക്വയർ. ആ പൈ എന്ന് പറയുന്ന പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. വണ്ടർഫുൾ. മോശക്കാരൊന്നുമല്ല, 3.14 ആണ്. അങ്ങനെ അതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ട് ഈ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ പൈ അറിയാം. ഓക്കെ, പൈ റോ. അത് അവിടെ എനിക്ക് ഒരു നിമിഷം നിൽക്കണം. ഇംഗ്ലീഷിലെ പി പോലാണ് ഗ്രീക്കിലെ ആർ എഴുതുന്നത്. കണ്ടോ? ഓക്കെ ആട്ടെ. ഗ്രീക്കിലെ ആർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഏതുപോലെ എഴുതുന്നത്? പി. കണ്ടില്ല, എഴുതിയേക്കുന്നുണ്ടോ? റോ എന്നുള്ളതിന്റെ ക്യാപിറ്റൽ കറക്റ്റ് ഇംഗ്ലീഷിലെ പി ആണ്. റോ എന്നുള്ളതിന്റെ സ്മാൾ ലെറ്റർ ഒരു ശകലം ചരിക്കും എന്നുള്ളതേ ഉള്ളു, അതും പി തന്നെയാണ്. പിടികിട്ടിയല്ലോ? മനസ്സിലായി സാർ. റോ, സിഗ്മ, tau, ഉപ്സിലോൺ എന്നുള്ളതിന്റെ ക്യാപിറ്റൽ വൈ പോലെ ആയിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഗ്രീക്ക് എന്നുള്ള പല വാക്കുകളും ഇംഗ്ലീഷിലോട്ട് വരുമ്പോ യു എന്നുള്ള ഉപ്സിലോൺ വരും വൈ ആണ്. ഇപ്പൊ ഉദാഹരണം പ്രൊസ്ബുറ്ററോസ് എന്നാ ഗ്രീക്കിൽ പറയുന്നത്. പ്രൊസ്ബുറ്ററോസ് ആ ബി യു എന്നാണ് ഗ്രീക്കിൽ, പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോ ബി വൈ ആവും, പ്രൊസ്ബിറ്റർ ആവും. അതുപോലെ തന്നെ പാരാലുട്ടിക്കോസ്, പാരലൈസ്ഡ് എന്നുള്ളതിന് പാരാലുട്ടിക്കോസ് എന്നാ. ആ ലുട്ടിക്കോസ് എന്നുള്ളത് ലൈസ്ഡ് എന്നാവും, SLY ആവും. ഓക്കെ, അതാണ് ഈ ഗ്രീക്കിലെ ഒരു പ്രത്യേകത. ഗ്രീക്കിലെ യുവിന്റെ ക്യാപിറ്റൽ വൈ പോലാണ് എഴുതുന്നത് ഇംഗ്ലീഷിൽ. ഓക്കെ, ഉപ്സിലോൺ, പൈ, സൈ, PSI, സൈ, ഒമേഗ. ഇന്ന് ഇത്രയും മതിയോ? അടുത്ത ക്ലാസ് എന്താ പറഞ്ഞേ? പൈ തന്നെ രണ്ടെണ്ണം ഉണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒമിക്രോൺ കഴിഞ്ഞുള്ള പൈയും പിന്നെ ഈ ഫൈയും. ഒമിക്രോൺ കഴിഞ്ഞുള്ള പൈ എന്ന് പറയുന്നത് വെറും പി ആണ്. പക്ഷെ മറ്റേ ഫൈ എന്ന് പറയുന്നത് എഫ് ആണ്. അതുകൊണ്ട് അതിന്റെ റൈറ്റിലോട്ട് നോക്ക. ഫൈ PH ലൈക്ക് ഇംഗ്ലീഷ് PH ഓർ എഫ്. കണ്ടോ? കണ്ടു. എഫിന് തുല്യമാണ് ഫൈ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും നിർത്താം. നിങ്ങൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാനും നോക്കത്തില്ല. ഓരോ ലെസണേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയും നിർക്കുക. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വരുമ്പോൾ ഈ ആൽഫബറ്റ്സ് മുഴുവൻ കാണാതെ പറയണം, എഴുതണം. ഞാൻ ക്ലൂ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ അക്ഷരം പോലെ തന്നെയാണ്. ആകെപ്പാടെ 5 അക്ഷരമേ ഉള്ളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് പുറത്തുള്ളത്. അതുപോലെ തന്നെ ബാക്കി ഓർഡറും ഇംഗ്ലീഷിൽ ABCD പറയുന്ന ഓർഡറിൽ അങ്ങ് ഓർത്താ മതി. ഇടയ്ക്ക് ഗാമ വരണം, പിന്നെ അവസാനത്തെ അക്ഷരങ്ങളേ ഉള്ളൂ. സീറ്റയും സൈയും ബാക്കിയെല്ലാം ഇംഗ്ലീഷിലെ പോലെ തന്നെ ഓർഡറിൽ തന്നെ. ആൽഫ A, ബീറ്റ B, ഗാമ G ആന്നുള്ളത്, ഡെൽറ്റ D, എപ്സിലോൺ E, തീറ്റ Z. അവസാനത്തെ ആദ്യം വന്ന് Z. Then ഏറ്റ ഈ എന്നുള്ള മലയാളത്തിലാണ്. തീറ്റ എന്നുള്ളത് തിയോസ്, ഗോഡ് എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരമാണ് തീറ്റ. പിന്നെ താഴോട്ടെല്ലാം ഞങ്ങൾ ഇംഗ്ലീഷ് അയോട്ട, HIJ ഇല്ല. ഇംഗ്ലീഷ് അതുകൂടെ പറയാം. ഗ്രീക്കിൽ എന്തില്ല? J എന്ന അക്ഷരമില്ല. ഗ്രീക്കിൽ എന്തില്ല? ജയ്ക്ക് പകരം മിക്കവാറും എല്ലാം I ആണ് ഉപയോഗിക്കുന്നത്. അയോട്ട. അപ്പം ജീസസ് എന്നുള്ളതിന് ഈസൂസ് എന്നാണ് ഉപയോഗിക്കുന്നത്.
JESUS എന്നുള്ളതിന് അവര് നമ്മൾ എഴുതുന്നത് JE അല്ല, അയോട്ട ഈറ്റ SUS ആണ്. ഈസൂസ്, SUOUS, ഈസൂസ്. അതുപോലെ തന്നെ ജേക്കബ് എന്നുള്ളതിന് J ഇല്ല, അയക്കോബോദ് എന്നാണ്. ജെയിംസ് എന്നുള്ളതിന് ജെ എന്ന് പറയുന്ന അക്ഷരം ഗ്രീക്കിലില്ല. അതിന് വേറെ ഏത് ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഐ ആണ്. അത്രേ ഓർക്കണം. ബാക്കിയെല്ലാം നിങ്ങൾ ഈ അക്ഷരം എഴുതി പഠിക്കുക. എഴുതി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വരിക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുകൂടെ ഞാൻ വായിക്കണം. ആൽഫ, ബീറ്റ, ഗാമ. എന്റെ കൂടെ പറയാം. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ, ഈറ്റ, തീറ്റ, അയോട്ട, കാപ്പ, ലാംഡ, mu, nu, psi, ഒമിക്രോൺ, റോ, സിഗ്മ, ഒമിക്രോൺ, പൈ, OPQ ആണ്. Q ഇല്ല. OP, ഒമിക്രോൺ, പൈ, റോ, Q ഇല്ല. R, റോ, സിഗ്മ, S, tau, T, upsilon, U, ST. പിന്നെ ബാക്കി 4 അക്ഷരം ഫൈ, ഖൈ, സൈ, ഒമേഗ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. നിങ്ങൾ ഉഴപ്പരാണെങ്കിൽ ഞാനും ഉഴപ്പും. കർത്താവ് പറഞ്ഞാലേ നിങ്ങൾ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ ഉഴപ്പരാണെങ്കിൽ ഞാൻ അതിനേക്കാൾ ഉഴപ്പും. കാരണം ഇതൊരു സ്ട്രെയിനാ. ഞാൻ കോളേജിൽ പോയി, ഇന്ന് തന്നെ കോളേജിൽ പോയി എന്റെ ക്ലാസ്സിലെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എനിക്ക് ഗിഡിനെസ് വന്നു. ഞാൻ ഇറങ്ങിപ്പോയത്. എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നുമില്ല, അവർ ശ്രദ്ധിക്കുന്നുമില്ല, അവർക്ക് കാര്യമില്ല. എന്താ ചെയ്യാൻ? കഷ്ടപ്പെടാൻ മനസ്സില്ല. അവര് പറയും, സാറേ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഞാൻ തരാമോ, ഞങ്ങൾ അങ്ങ് പൊക്കോളാവുന്നു. അങ്ങനെ വേണ്ട. പഠിക്കുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. പക്ഷെ പ്രശ്നം, കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, വൊക്കേഷൻ. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെക്കേഷൻ അല്ല, വൊക്കേഷൻ. അവസരം. വൊക്കേഷൻ അവസരം എന്നോ? അല്ല, വെക്കേഷൻ. വെക്കേഷൻ അല്ല, വൊക്കേഷനാ. VA അല്ല, VO ആണ്. അറിയത്? വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലെന്നാണ്. തൊഴിൽ. എന്നാ അതിന്റെ ഇടത് വശത്തിൽ ഏയും കൂടി ചേർത്ത് അവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ? അതാ രസം. വൊക്കേഷൻ തൊഴിലാണ്. അവോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വിനോദം പോലെ തൊഴിൽ ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ സാരം ഇത്രയേ ഉള്ളു. കഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. എന്താണ്? ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജിജി എന്ത് പറഞ്ഞേ? ഗൂഗിളിലാണോ? ഇഷ്ടത്തോടെ ചെയ്യുന്നതാണോ? ഇഷ്ടത്തോട് ചെയ്യുന്നതാണ് അവോക്കേഷൻ. പഠിച്ചല്ലോ. ഒരു എത്ര പുതിയ വാക്ക് പഠിച്ച്? എന്റെ കൂടെ ഒരു ദിവസം ഇരിക്കാൻ ഒരു 4 പുതിയ വൊക്കാബുലറി പഠിച്ചു. പഠിച്ചു, കറ്റാക്കോമ്പ് പഠിച്ചു, അവോക്കേഷൻ പഠിച്ചു, വൊക്കേഷൻ പഠിച്ചു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ടോ? വയറിന്റെ ഭക്ഷണം ആവശ്യമുണ്ടോ? പഠിക്കാൻ ഭയങ്കര പാടാന്നേ. വയറിന്റെ ഭക്ഷണം ആവശ്യമുണ്ടോ? നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഭക്ഷണം ആവശ്യമുണ്ടോ? നമ്മുടെ തലച്ചോറിന്റെ ഭക്ഷണം എന്തുവാ? ജ്ഞാനം, അറിവ്. നമ്മുടെ തലച്ചോറ് എനിക്ക് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ സാറേ? അതാണ് നിങ്ങൾ മന്ദബുദ്ധിയായി അതിന്റെ അർത്ഥം. അത് കത്തി ഉരച്ച് മൂർച്ച കൂട്ടുന്നല്ലോ. ഗ്രീക്ക് പഠിച്ച മന്ദബുദ്ധികളാവും. ഞാൻ എത്ര മന്ദബുദ്ധിയായി? ഞാൻ 25-26 വർഷം കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു. അരെ സാറ് വേറെ, ഞങ്ങള് വേറെ. ഞങ്ങളും സാറുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. പറഞ്ഞ കൊച്ചു പിള്ളേരാ. ഞങ്ങള് സീന മാഡം
സാറേ അത് Sina madam, കഷ്ടപ്പെട്ട് listen പഠിക്കാൻ me. വന്നതല്ല, Sina madam, ഇഷ്ടപ്പെട്ട് listen me. പഠിക്കാൻ. It is your attitude that determines your altitude. It is your attitude that determines your altitude. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞാ സാറേ. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ഉയരം നിർണ്ണയിക്കുന്നത്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മനോഭാവം. സാറേ, ഈ ഞാൻ ഓർക്കുന്നത് ഇത്രയും പ്രായമായ ഞങ്ങളൊക്കെ ഈ ഗ്രീക്കിന് പഠിച്ചിട്ട് എന്തോ ചെയ്യാനാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു അക്ഷരം മനസ്സിലാവും. എന്റെ അത്രയും പ്രായമായില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ ഇല്ല, സാറിന്റെ ഒക്കെ പ്രായം ഞങ്ങൾക്കും ഉണ്ട്, എനിക്കുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാനിക്ക്. സാറേ അത് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാറേ ആറ്റിറ്റ്യൂഡ് വേണം. ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ്, പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് എ ഡിസൈർ ടു ലേൺ, യു ക്യാൻ ഇംപ്രൂവ്. അല്ലേ? That's why it's your attitude that determines your attitude. You must have that desire. Unless you nurture and nurture a desire to learn. Voltaire കൊണ്ട് പറഞ്ഞ പോലെ, the moment when you stop studying, the blanket of old age will fall upon you. I meddle with the youngsters. I meddle with the youngsters. സാറ് കൊച്ചു പ്രായത്തിലല്ലേ പഠിച്ചത്? അതാ മാഡത്തിന് തെറ്റുപറ്റി മാഡം. I tell you, ഞാൻ സെക്കുലർ PhD ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് സൂക്ഷ്മക്ക് വിളി വന്നിട്ട് കർത്താവിന്റെ വേല തുടങ്ങി 6 വർഷം സഭാശുശ്രൂഷ ചെയ്തിട്ട് 36-ാമത്തെ വയസ്സിലാ ബീഡിക്ക് പോയത്. ഞാൻ 5-6 വർഷം അതൊക്കെ യൂത്ത് ടൈം ആന്നേ ജവാൻ. അതൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ച 2 പിള്ളേരുമായിട്ടാ ബൈബിൾ കോളേജിൽ പോയത്. ചുമ്മാ ഇരിക്കും അവിടെ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ച് സെനറ്റിന്റെ റാങ്ക് മേടിച്ചു വന്ന ആളാ. കല്യാണം കഴിച്ച 2 പിള്ളേരുമായിട്ടാ ബൈബിൾ കോളേജിൽ പോയെ. 2 കൊച്ചു പിള്ളേരല്ലേ? ഇതിപ്പോ ഞങ്ങളൊക്കെ ഗ്രാൻഡ്മ ആയതോ? ഗ്രാൻഡ്മയാ ഞങ്ങളൊക്കെ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇഫ് there is a will, there is a way. മനസ്സുണ്ടേ വഴിയുണ്ട്. എനിക്ക് മനസ്സില്ലെന്ന് ഒരാൾ തീരുമാനിച്ച ആളിനെ എനിക്ക് ദൈവത്തിന് പോലും ഒരാളുടെ മനസ്സിനെ ഓവർടേക്ക് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സാറേ, എനിക്ക് വിട്ടേക്കുന്ന ലിങ്ക് അതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ അത് സെൻഡ് ചെയ്തപ്പോ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന, ഞാൻ സൈമൺ സാറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ എഴുതി കാണിക്കുന്നത് യു മേ നോട്ട് ഹാവ് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഫോർ വ്യൂയിങ് ദിസ് കണ്ടന്റ്. ഏതാ സാധനം? ഗ്രീക്ക് ടെക്സ്റ്റ് ആണോ? അത് ഒരു കാര്യം ചെയ്യ്, എനിക്ക് നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോ അതിന് എന്തെങ്കിലും കുറവാണെങ്കിൽ ലിസൺ, ഞാനൊന്ന് പറയട്ടെ, ഒരു സൊല്യൂഷൻ പറയട്ടെ. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ഞാൻ പറയുന്ന എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്റെ ഫോൺ നമ്പറിൽ എനിക്ക് എന്റെ ഫോൺ നമ്പർ ഇപ്പൊ തരാം. ഇങ്ങോട്ടൊരു ഹായ് ഇട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഇടണം സാറേ. ചാറ്റ് ബോക്സിൽ ഇടണോ? ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ എഴുതി എടുക്കാം. 70 എഴുതിക്കോളാം. നമ്പർ വേണം സാറേ. 7034379155. ഒന്നുകൂടെ പറഞ്ഞു സാറേ. ഞാൻ ആവർത്തിക്കുന്നു, 7034379155. രാജു തോമസ്. ഓക്കെ, നിങ്ങൾ എനിക്ക് അതെന്റെ വാട്സാപ്പ് നമ്പരാ, അതിലൊരു ഹായ് ഇട്ടിട്ട് എഴുതിയാൽ മതി. എനിക്ക് സോഫ്റ്റ് കോപ്പി എനിക്ക് തൊണ്ട വയ്യ. നാളെ മീറ്റിംഗ് ഉണ്ട്. നാളെ പൗലോസ് പാസ്റ്റർ ചർച്ചില്ല, നമ്മുടെ പഴയ സെക്രട്ടറി ചർച്ചില്ല മീറ്റിംഗ്. സാറിന്റെ വീട് എവിടാ സാറേ? സാർ എവിടെ താമസിക്കുന്നേ? ഇപ്പൊ താമസിക്കുന്ന ആയൂരിനടുത്ത്, ചെറുവൊക്കെ. സ്വന്തം സ്ഥലം ശൂർ. ഞാനും റജിയൊക്കെ ഒരു ചർച്ചുകാരാ. റജി ശൂരനാട്. ഞങ്ങൾ സെയിം ചർച്ചുകാരാ, പോരോടി അസംബ്ലിസോടുകാർ. ഓക്കെ, അപ്പൊ ഈ നമ്പറിൽ എനിക്കൊരു ഹായ് ഇട്ടിട്ട് സോഫ്റ്റ് കോപ്പി അയച്ചു തരാൻ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മനസ്സുണ്ടേ വഴിയുണ്ട്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് ഒന്നിനെ നാം ഒന്നിനോടുള്ള നമ്മുടെ സമീപനമാണ്
നമ്മൾ വിജയിക്കോ തോക്കോ ചെയ്യുന്ന തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പഠനത്തോടുള്ള നിങ്ങളുടെ സമീപനം ഏത് കാലത്തും പഠിക്കാം, പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി അത്രേ മനുഷ്യരെ പാരിൽ അയച്ചത് ഈശൻ. അതുകൊണ്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവേ ഒരിക്കലൂടെ തിരുസനിൽ അടുത്ത് വരുന്നു. താങ്ക് യു ഫോർ ബീങ് വിത്ത് us. താങ്ക് യു ഫോർ enabling and facilitating us to do this study. Especially I commit all our students and your presence. Last I pray that you be giving them special wisdom and understanding so that they be able to study this Greek language. Bless us together. In Jesus' name I do offer this prayer. Amen. Thank you. Good night. God bless you.